വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹാലേലൂയ, സ്തോത്രം. കർത്താവിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ഹാലേലൂയ. കടന്നു വന്ന എല്ലാവർക്കും കർത്താവ് യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഹാലേലൂയ, സ്തോത്രം. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം ഗലാത്യ ലേഖനത്തിനകത്തു നിന്നാണ്. ഗലാത്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 20-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുടെ വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്. അതൊന്ന്. ഇനി അടുത്ത വചനം ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. അടുത്ത വചനം ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. അപ്പച്ച, നന്ദിയോടെ സ്തോത്രയോടെ പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കരങ്ങളിലേക്ക് ഏഴയും സമർപ്പിക്കുന്നു. കർത്താവ് തന്നെ സകലം നയിക്കുകയും നടത്തുകയും പരിശുദ്ധാത്മാവ് ഇടപെടുകയും ചെയ്യണമേ. താഴ്ത്തി സമർപ്പിക്കുന്നു. സകല മഹത്വം കർത്താവിന്. നന്ദി അപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളപ്പം 3 ഭാഗത്ത് കണ്ട് ക്രൂശീകരണത്തിന് നമ്മൾ കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ധ്യാനിക്കുകയും നമ്മൾ ക്ലെയിം ചെയ്യുകയും നമ്മൾ ആ എക്സ്ചേഞ്ചിനെ കുറിച്ച് ചിന്തിക്കുകയും നമ്മൾ അത് ഏറ്റെടുക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ ശക്തി നമ്മൾ അനുഭവിക്കുകയും ഒക്കെ ചെയ്താണ്. കർത്താവിൻ്റെ ക്രൂശിലെ മരണമാണ് നമുക്ക് ജീവനായി വന്നത്. ഇതെല്ലാം നമ്മൾ ധ്യാനിക്കുമ്പോൾ തന്നെ അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡും കൂടി ഉണ്ടായിരുന്നു. ഞാനും കർത്താവിനോട് കൂടെ എന്നെ അടുക്കുക, എന്നെയും ക്രൂശിച്ചിരിക്കുക, ഞാനും ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളൊരു ആഴമായൊരു ബോധ്യം അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ക്രൂശ് മരണം നമ്മൾ ഓർക്കുകയും ധ്യാനിക്കുകയും അത് നമുക്ക് ദൈവശക്തിയായി വ്യാപരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ വചനപ്രകാരം അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 2-ാമത്തെ ഭാഗത്ത് കണ്ടു, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. 3-ാമത് നമ്മൾ കണ്ടത് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ 3 സ്ഥലത്ത് നമ്മൾ ഈ ക്രൂശീകരണത്തെക്കുറിച്ച് കണ്ടു. അത് കർത്താവിൻ്റെ ക്രൂശീകരണമല്ല, പൗലോസ് പറയുന്ന കാര്യമാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടുതലായിട്ട് നമ്മൾ ഇപ്പം നോക്കുന്നില്ല. ഞാൻ അതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും പോകുന്നുമില്ല. ആ ലാസ്റ്റ് പറഞ്ഞ ഭാഗത്ത് നിന്നാണ് ഇന്ന് ധ്യാനിക്കാവുന്ന കർത്താവിൽ ഓർത്ത് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കറിയാം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പറയുമ്പോൾ ആ ഞാൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയാനുള്ള കാരണം നമുക്കറിയാം. അതിൻ്റെ മുകളിൽ പത്രോസിന് വന്ന കോംപ്രമൈസിനെ കുറിച്ച് നമുക്കറിയാം. ആ സമയത്ത് അവർ പഴയ പാരമ്പര്യത്തിലേക്ക് അല്ലെങ്കിൽ പരിച്ഛേദന വേണം, അല്ലെ പരിച്ഛേദനക്കാരുടെ ഇടയിൽ അവർ വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു ക്യാരക്ടറൊക്കെ കാണിച്ചപ്പോൾ ഒരു കോംപ്രമൈസ് കാണിച്ചു. അതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ്. അപ്പം അത് കഴിഞ്ഞപ്പം അപ്പോസ്തലനായ പൗലോസ് ഒരു കാര്യം പറയും, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുക. എന്ന് വെച്ചാൽ ഈ ഞാൻ എന്ന് പറയുമ്പോൾ ആ ഞാനകത്ത് എന്തെല്ലാം ഉണ്ട് അത് നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം. ഫിലിപ്പിയ ലേഖനത്തിനകത്ത് അറിയാം, ഈ ഞാൻ എന്ന് പറയുന്ന പൗലോസ് ഇതാരെക്കുറിച്ചാണ് ഈ പൗലോസ് പറയുന്നത്, ഈ ഞാനിനകത്ത് എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിനകത്ത് അതിൻ്റെ 4-ാമത്തെ വാക്യം. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കാരും ജഡത്തിൽ ആശ്രയിക്കാൻ തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ. സ്തോത്രം. അപ്പോൾ എന്തൊക്കെ കാര്യമാണ് പൗലോസിന് തന്നെക്കുറിച്ച് പറയാനുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാനാരാ? പരീക്ഷ എൻ്റെ എരിവോ എന്തുമാത്രം വലിയ എരിവുണ്ടായിരുന്ന ആളായിരുന്നു ഞാൻ. അതുപോലെ എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ എന്ന് വെച്ചാൽ നമ്മൾ പറയത്തില്ലേ, ഞങ്ങളൊക്കെ ക്നായൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നുണ്ട്, അവർ പറയും ശുദ്ധ ക്നായ എന്നൊക്കെ. പക്ഷേ അതിനകത്തൊരു മിക്സ് ഇല്ല.
അമ്മ ഓർത്തഡോക്സ്, അപ്പം ഇങ്ങനെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പനും അമ്മയും ഇങ്ങനെ അതാണ് ശുദ്ധ ഇങ്ങനെയാന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തരും പറയുന്നത് ശുദ്ധ ഓർത്തഡോക്സ് ആണ്, ശുദ്ധ മർദ്ദമേ, കാരണം ഒരു മിക്സ് ഇല്ല എന്ന് പറയുന്ന പോലെ നമുക്കറിയാം തിമോത്തിയുടെ അപ്പൻ്റെ അമ്മയുടെയും കാര്യം അറിയാം എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഹാഫ് ഹാഫാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പൗലോസ് പറയാം എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ. അപ്പോൾ എന്നെ പകുതി ആയിട്ടൊന്നുമല്ല. എങ്ങനെയാണ് ഞാൻ ഈ പരിച്ഛേദനയുടെ വിഷയത്തിനൊക്കെ വേണ്ടി നിൽക്കണമെങ്കിൽ കൊള്ളാം. എന്തെല്ലാം ഗുണകണങ്ങളാണ് പറയുന്നത്. അപ്പം ഈ ഞാനെന്ന് വെച്ചാൽ ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവന, ഇസ്രായേൽ ജാതിക്കാരന്, ബെന്യാമിൻ ഗോത്രക്കാരന്, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീക്ഷൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ച, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച അനിന്യൻ. പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അയ്യോ ഞാൻ ഇഷ്ടമില്ലാത്തതൊക്കെ ചെയ്തു പോകുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിലെ ആ സിൻഫുൾ നേച്ചറിൻ്റെ ആ അകത്ത് കിടന്നുള്ള സ്ട്രഗിൾ അനുഭവിക്കുമ്പോൾ തന്നെ പുറമേ നോക്കുമ്പോൾ ആ ഒരു ധനികനായ ചെറുപ്പക്കാരൻ യേശുവിനെ അടുത്ത് വന്നിട്ട് നിത്യജീവനെ പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഓടിപ്പിടിച്ചാൽ വന്ന സ്പീഡിൽ തിരിച്ചു പോയി കർത്താവ് കാര്യം പറഞ്ഞു. പക്ഷെ വന്നപ്പോൾ കർത്താവ് പറഞ്ഞപ്പം നീ ഈ കൽപ്പനകളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അതെല്ലാം ചെറുപ്പം മുതലേ പ്രമാണിച്ചു വരുന്നു. അപ്പോൾ അവൻ അത്ര കോൺഫിഡൻസോടെ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ അപ്പനെ അമ്മ അനുസരിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തു. അപ്പോൾ പൗലോസിൻ്റെ ദൃഷ്ടിയിൽ പുറകെ നോക്കുമ്പം ഈ പ്രമാണങ്ങളൊക്കെ നോക്കുമ്പം ഞാൻ അങ്ങനെ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, ഞാൻ ആരെയും കൊലപാതകം ചെയ്യുന്നില്ല, ഞാൻ വ്യഭിചരിക്കാൻ പോകുന്നില്ല, ഈ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എനിക്ക്, ഞാൻ കള്ളത്തരം പറയുന്നത്, ഇങ്ങനെ പല പല കാര്യങ്ങളും പൗലോസോട് പറയാം. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദിന. അപ്പോൾ ഇനി എന്നാ വേണ്ടേ? സ്തോത്രം. അപ്പോൾ ഇത്രയും ഗുണങ്ങളും കാര്യങ്ങളും അതെല്ലാം പൗലോസിന് എന്തായിരുന്നു? ലാഭമായിരുന്നു. പക്ഷെ പൗലോസ് എന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ തന്നെക്കുറിച്ച് തൻ്റെ ഈഗോയെ ഒന്ന് പോക്കാൻ ഞാൻ ആരാ, ഇങ്ങനെ ഞാനെന്ന് പറയാനാ, ഞാനകത്ത് ഇത്രയും ഗുണങ്ങൾ ചുരുക്കി പറഞ്ഞാൽ വളരെ എടുത്തു പറയത്തക്കതായ നല്ലൊരു പാരമ്പര്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണ് ആര്? അപ്പോസ്തലനായ പൗലോസ്. പക്ഷെ പൗലോസ് ഞാനകത്ത് ഈ പറയപ്പെട്ട വകകളെല്ലാം ക്രൂശ കയറ്റി. സ്തോത്രം, ഹല്ലേലൂയ. അത് ക്രൂശ കയറിയതുകൊണ്ടാണ് കർത്താവ് പൗലോസിലൂടെ ജീവിക്കാനാണ്. ഇന്ന് പലപ്പോഴും പലർക്കും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം ഇത് ക്രൂശിക്കാൻ മനസ്സില്ല, ഇത് പിടിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇത് അവിടോട്ട് വെച്ചാൽ കർത്താവ് അവരിൽ ജീവിക്കും, പക്ഷേ അതിന് അനുവദിക്കുന്നില്ല. കാരണം ഞങ്ങളാരാ, ഞങ്ങൾ ഇന്ന കുടുംബക്കാരൻ, ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാർ, ഇങ്ങനെ പാരമ്പര്യങ്ങളും പറഞ്ഞ് അവിടെ തന്നെ അടക്കണം, അവിടെ തന്നെ പോകണം, ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ ഫാമിലി മുഴുവൻ അങ്ങനെ. ഈ അപ്പോസ്തലനായ പൗലോസിന് ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പിന്നെ ഇത്രയും വരുമോ ബാക്കിയുള്ളവരുടെ പാരമ്പര്യം? സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും മുറുകെ പിടിച്ചുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇതെല്ലാം ഉണ്ടല്ലോ കാരണം എനിക്ക് എന്നെ തന്നെ വലുതായി കാണാൻ ഈ പറയപ്പെട്ട ഈ ഒരു കോംപ്രമൈസ് ചെയ്ത് എനിക്കും പോകാം ഇതൊക്കെ ഞാൻ ചിന്തിച്ചാൽ, പക്ഷെ ഞാൻ അതിന് തയ്യാറല്ല. സ്തോത്രം. അതുകൊണ്ട് എൻ്റെ ഈഗോയെ പൊക്കി നിർത്താൻ ഇതൊക്കെ ചിന്തിച്ചാൽ എനിക്ക് പറ്റും, പക്ഷെ എനിക്കിത് വേണ്ട. എൻ്റെ എനിക്ക് എന്തൊക്കെ ഈഗോയെ കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളുണ്ടോ ആ ചിന്തകളും ആ സ്ഥാനങ്ങളും ആ മാനങ്ങളും ആ പ്രവൃത്തികളെല്ലാം അപ്പോസ്തലനായ പൗലോസ് പറയും ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുക. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത് നമ്മൾ ചിന്തിക്കാം അപ്പോസ്തലനായ പൗലോസിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പ്രാർത്ഥിക്കാൻ പോയ 2 പേരുടെ കാര്യം പറയുന്നുണ്ട്. അതിനകത്ത് ഒരാൾ നിന്ന് പാപിയായി കർത്താവെ എന്നോട് കരുണ തോന്നണേന്ന് പറഞ്ഞ് ഒരാൾ പ്രാർത്ഥിക്കും, മറ്റേ ആൾ നിന്ന് പ്രാർത്ഥിക്കുക ഞാൻ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, ഞാൻ പതാരം കൊടുക്കുന്നു, ഞാൻ തേണ്ട ഇവൻ്റെ അടുത്തേക്ക് ചുങ്കക്കാരൻ, ഞാൻ ഇവനെ പോലെയല്ല. അപ്പം അവൻ്റെ കാര്യത്തിൽ പറയുവാണ് ഞാൻ ഇങ്ങനത്തെ മിടുക്കനാണ്, ഞാൻ ഇവനെ പോലെ ഞാനല്ല. അപ്പോൾ അവൻ്റെ ചിന്ത മുഴുവൻ അവനെ കൊടുക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെയാണ്. അവൻ എന്തോ വലിയവനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി നിൽക്കുക. അപ്പോൾ അവനെ തന്നെ വലുതായി കാണുകയാണ്. അപ്പോൾ ഈ പറയപ്പെട്ട സംഭവങ്ങൾ ക്രൂശിൽ പോയില്ലെങ്കിൽ ക്രിസ്തു നമ്മളോടുകൂടെ ജീവിക്കുകയില്ല. സ്തോത്രം. അപ്പോൾ കർത്താവ് നമ്മളിൽ ജീവിക്കണമെങ്കിൽ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ആഴമേറിയ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏത് സ്റ്റാറ്റസ് ആയിക്കോട്ടെ, എത്ര വലിയ അനുഗ്രഹങ്ങളായിരിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് സാമൂഹികപരമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വിഷയങ്ങളായിക്കോട്ടെ, ഏത് രീതിയിൽ എന്താണോ നമ്മൾ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് വരാൻ പറ്റാതെ നമ്മൾ വലുതായിട്ട് പൊക്കിപ്പിടിച്ച് ഞാൻ എന്തോ ആണെന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുന്നുണ്ട്, ഞാൻ ക്രൂശിക്കപ്പെടണം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന് അതിനുള്ള കൃപ കിട്ടി. ഹല്ലേലൂയ. അത് ചെയ്തതുകൊണ്ട് എന്നാ പറ്റി? ഇതെല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണുവാൻ ഇടയായി. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ
അത് ഏത് രീതിയിലുള്ള സ്റ്റാറ്റസ് ആണെങ്കിലും അതൊന്നും കുഴപ്പമില്ല. സ്തോത്രം. നമുക്ക് എപ്പോഴും ഇനി നമ്മൾ ആ വിഷയം വിട്ടാൽ തന്നെ നമ്മൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി കൊടുത്താൽ, ഹല്ലേലൂയ, ക്രിസ്തു നമ്മളിലൂടെ നമ്മുടെ ഈഗോ, സ്തോത്രം, നമ്മളത് കുടുംബജീവിതത്തിലാവട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിലും ആകട്ടെ, സ്തോത്രം, ഈ സംഭവം താഴെ ഇരുന്നാൽ, സ്തോത്രം, നമ്മുടെ വീടുകളിൽ സമാധാനമായിരിക്കും. ഹല്ലേലൂയ. ഞാൻ എന്തോ ഇതാണ്, ഞാൻ ആ വീട്ടിൽ ഞങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് ഞങ്ങളിങ്ങനെയൊന്നും നിന്നിട്ടൊന്നുമില്ല, ഞങ്ങളോട് ആരും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങോട്ടും പറഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ചെന്നാൽ, ഹല്ലേലൂയ, കർത്താവ് നമ്മളോട് ജീവിക്കുമോ? ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിൻ്റെ വിജയത്തിൻ്റെ ഒരു കീ ആണിത്. സ്തോത്രം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുക. ഈ എൻ്റെ ഞാനിനകത്ത് ഈ ഞാനെ പൊക്കാൻ എന്തെല്ലാം ഉണ്ടോ ആ ഞാനെ ഒന്നും എനിക്ക് വേണ്ട. ആ ഞാനെ എല്ലാം ക്രൂശിക്കപ്പെട്ടിരിക്കുക അത് മുഴുവനും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് അപ്പോസ്തലനായ പൗലോസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്തോത്രം. അത് ഒരു കാര്യം. രണ്ടാമത് നമ്മൾ കണ്ട് ജഡത്തിൻ്റെ, ഹല്ലേലൂയ, രാഗമോഹങ്ങളോടുകൂടി ജഡത്തെ ക്രൂശിക്കുന്ന ഒരു കാര്യം. അതാരാ ചെയ്യുന്നത്? ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നമുക്കറിയാം, ഫ്ലഷും അതിൻ്റെ ഡിസയേഴ്സ് ആൻഡ് പാഷൻ. അപ്പോൾ ആ സിൻഫുൾ നേച്ചർ അവിടെ പറഞ്ഞിരിക്കുന്ന ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുക. അടുത്ത വിഷയമാണ് ഇത് ക്രൂശിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യം. ഹല്ലേലൂയ. ഒന്ന് നമ്മൾ കണ്ട് നമ്മുടെ ഈഗോ, അല്ല ആ ഈഗോയ്ക്കകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അത് ഞാൻ ഓടിച്ചു വിട്ടു പോവാണ്. ഹല്ലേലൂയ. അടുത്ത ഭാഗം നമ്മൾ ചിന്തിച്ച് ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുക. അപ്പോൾ ജഡം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പഴയ മനുഷ്യൻ, നമ്മുടെ ആ ജഡമനുഷ്യൻ, ഹല്ലേലൂയ, നമ്മളിൽ വസിക്കുന്ന ആ പാപ സ്വഭാവം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ ജഡത്തിൻ്റെ അഭിലാഷമുണ്ട്, ആത്മാവിൻ്റെ അഭിലാഷവുമുണ്ട്. അപ്പം ഈ ജഡം എങ്ങനെയാണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നത് നമ്മളെ കൊണ്ട്? ഈ ജഡത്തിൻ്റെ അതിൻ്റെ ഫൗണ്ടേഷനാണ്, അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഇഷ്ടം ചെയ്യിപ്പിക്കാൻ വേണ്ടി ജഡത്തിൻ്റെ ബേസിക് 2 ടൂളാണ് ഈ മോഹങ്ങളും പാഷനും. സ്തോത്രം. ഡിസയേഴ്സ് ആൻഡ് പാഷൻ. ഈ ഡിസയേഴ്സ് ആൻഡ് പാഷനാണ് ഈ ജഡം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ്, അല്ലെങ്കിൽ ഈ ജഡം ഉപയോഗിക്കുന്ന അതിൻ്റെ ബേസിക് ടൂളാണ് ഈ ഡിസയേഴ്സ് ആൻഡ് പാഷൻ. ആഗ്രഹങ്ങളും മോഹങ്ങൾ. ഹല്ലേലൂയ. അത് ആ രാഗമോഹങ്ങൾ എന്ന് മലയാളത്തിൽ പറയുമ്പം ഇംഗ്ലീഷ് പറയുന്ന ഡിസയേഴ്സ് ആൻഡ് പാഷൻസ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ആഗ്രഹത്തെയാണ്, അതുകൊണ്ടാണ് കർത്താവ് വളരെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഈ ആഗ്രഹങ്ങളെ നമ്മൾ ഡീല് ചെയ്തില്ലെങ്കിൽ ജഡം അവിടെ ജയിക്കാനിടയായിത്തീരും. സ്തോത്രം. എല്ലാ ആഗ്രഹങ്ങളും അല്ല, ദൈവികമായ ആഗ്രഹങ്ങളുണ്ട്, അതല്ല, ഈ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹമാണ് ആദ്യമേ തന്നെ ഈ ജഡം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത്. സ്തോത്രം. അപ്പോൾ ഈ ജഡം ഈ ആഗ്രഹങ്ങളെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് കഴിയുമ്പം, ആ ആഗ്രഹം നമ്മൾ ഏറ്റെടുത്ത് കഴിയുമ്പം അതവിടെ കിടന്ന് വളരും. സ്തോത്രം. അത് വളർന്നു കഴിയുമ്പോൾ, അതുകൊണ്ടാണ് ജെയിംസിൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണാം, ജെയിംസിൻ്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 14-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അതിൻ്റെ ഇംഗ്ലീഷ് വായിക്കാം കേട്ടോ. ബട്ട് ഈച്ച് വൺ ഈസ് ടെംപ്റ്റഡ് വെൻ ഹി ഈസ് ഡ്രോൺ അവേ ബൈ ഹിസ് ഓൺ ഡിസയേഴ്സ് ആൻഡ് എൻറ്റൈസ്ഡ്. ദെൻ വെൻ ഡിസയർ ഹാസ് കൺസീവ്ഡ് ഇറ്റ് ഗീവ്സ് ബർത്ത് ടു സിൻ, ആൻഡ് സിൻ വെൻ ഇറ്റ് ഈസ് ഫുൾ ഗ്രോൺ ബ്രിങ്സ് ഫോർത്ത് ഡെത്ത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ ആഗ്രഹം പോകുന്ന പോക്ക് കണ്ടാണ്. അപ്പോൾ നമുക്കൊരു ഉദാഹരണം എടുത്താൽ, ആഗ്രഹത്തെ നമുക്ക് അമ്മയെന്ന് വിളിക്കാം. സ്തോത്രം. പാപത്തെ നമുക്ക് മോളെന്ന് വിളിക്കാം. കൊച്ചുമോളാണ് ഡെത്ത്. സ്തോത്രം. അപ്പോൾ ഈ അമ്മയാണ് ഈ മോഹം ആദ്യമേ കൊണ്ടുവരുന്നത്. ഈ അമ്മ ഈ മോഹത്തെ ഏറ്റെടുത്ത് ആ മോഹത്തെ വളർത്തി കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ അമ്മ പ്രസവിക്കും. അപ്പോൾ ഒരു പാപം ജനിക്കും. അവിടെ എഴുതിയിരിക്കുന്ന പാപം വെൻ ഇറ്റ് ഈസ് ഫുള്ളി ഗ്രോൺ. അപ്പോൾ പാപത്തിനൊരു വളർച്ചയുണ്ട്. സ്തോത്രം. വെൻ ഇറ്റ് ഈസ് ഫുള്ളി ഗ്രോൺ, അത് കഴിയുമ്പോഴാണ് മരണം വരുന്നത്, ഓടിപ്പിടിച്ചല്ല വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുക. അതിന് പല ഉദാഹരണങ്ങൾ വചനത്തിനകത്ത് നമുക്ക് കാണാം. തിമോത്തിയുടെ ലേഖനത്തിനകത്തുണ്ട്, ധനികനാവാൻ ആഗ്രഹിക്കുന്നവർ. സ്തോത്രം. അത് ദൈവഹിത പ്രകാരം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക എന്നുള്ളതല്ല. ഈ ഒരു ധനികനാവണം എന്നുള്ളൊരൊറ്റ ആഗ്രഹം കയറി കിടക്കുമ്പോൾ പിന്നെ ആ വ്യക്തിക്ക് ആരുടെ കൂടെ ഏത് ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ അവർ തയ്യാറാണ്. അതൊരു കള്ളുഷാപ്പ് തുടങ്ങണമെന്ന് പറഞ്ഞാൽ അതിന് പുള്ളി റെഡിയാണ്. സ്തോത്രം. ആ പുള്ളി ഒരു തരികിടക്കാരുടെ കൂടെ ആണെങ്കിലും നിന്ന് ബിസിനസ് ചെയ്യാൻ റെഡിയാകും. സ്തോത്രം. അപ്പോൾ ഏത് കോംപ്രമൈസും ചെയ്ത്, ഏത് വളഞ്ഞ വഴിയാണെങ്കിലും ശരി, എങ്ങനെ വേണേലും ചെയ്ത്, സ്തോത്രം, ഈ ധനികനാവണം എന്നുള്ളൊരാഗ്രഹത്തെ തുടങ്ങി പിന്നെ അതങ്ങ് കോംപ്രമൈസുകളിലേക്ക് പോകും. അങ്ങനെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, ഇത് നിമിത്തം വിശ്വാസത്തിൽ നിന്ന് തന്നെ ചിലർ ഉഴന്നു പോയിട്ടുണ്ട്.
ഈ ഒരൊറ്റ ആഗ്രഹം കാരണം. നമുക്കറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലി ഇങ്ങനെ ഇതുപോലെ നല്ല രീതിയിലെല്ലാം വന്നതാണ്. എല്ലാം നല്ല ഇപ്പോൾ ഓക്കെ ഒരു പരുവമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഇതൊന്നും ഇപ്പോൾ അത്രയും രസമില്ലാതെയായി മാറിയിരിക്കുക. സ്തോത്രം. അവർക്ക് അവരുടേതായ രീതിയിലുള്ള മറ്റു വിഷയങ്ങളൊക്കെയാണ് താല്പര്യം. സ്തോത്രം. എന്ന് പറയുന്നത് പോലെ ഹാലേലൂയ, ഇത് വന്നത് അവിടെ ആദ്യം ഒരു കൊച്ചാഗ്രഹം അങ്ങോട്ട് വിട്ടിട്ടു. ആ ആഗ്രഹത്തെ അങ്ങ് വളർത്തി പിന്നെ അത് പാപം ജനിച്ചു. പാപത്തെ പിന്നെ അങ്ങ് വളർത്തി കഴിയുമ്പോൾ പിന്നെ കാണുമോ? വിശ്വാസത്തിൽ തന്നെ കാണത്തില്ല. പിന്നെ അവസാനം നമുക്കറിയാം എന്താണെന്നുള്ളത്. സ്തോത്രം. ദാവീദിൻ്റെ കാര്യം നമുക്കെടുക്കാം. ആ സ്ത്രീയെ കണ്ടു, മോഹിച്ചു, കഴിഞ്ഞു. സ്തോത്രം. മോഹിച്ചു ഉടനെ അല്ല, മോഹിച്ചു, പിന്നെ മോഹം മൂത്ത് പിന്നെ ഇരിക്കപ്പുറത്തില്ല, പിന്നെ പരിപാടികളൊക്കെ അങ്ങ് നടന്നു. അത് കഴിഞ്ഞപ്പോഴോ പാപം ജനിച്ചു കഴിഞ്ഞപ്പോഴോ അടുത്ത പരിപാടി, പിന്നെ കൊലപാതകമായി, കള്ളത്തരമായി, പിന്നെ നാഥാൻ പ്രവാചകനെ വിടേണ്ടി വന്നു. എൻ്റെ കുഞ്ഞേ, നീ ചെയ്തത് പാവാന്നൊന്നും ആ ഒരു ചിന്തയിലേക്ക് പോലും വരാം. ആദ്യമേ തന്നെ ആർഗ്യുമെൻ്റൊക്കെ നടത്തി. പക്ഷേ ഇത് കൊണ്ടുപോകുന്ന മൊത്തത്തിൽ അങ്ങ് നമ്മളെ ബ്ലൈൻഡാക്കി കളയുന്നവർ. അതുകൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങളെ, അല്ലെങ്കിൽ ആ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പാഷൻ, സ്തോത്രം, അത് നമ്മൾ ഈ ആഗ്രഹം വരുമ്പോൾ തന്നെ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത്, ഒരു സ്ത്രീയെ നോക്കുമ്പോൾ തന്നെ, അപ്പം നമ്മൾ അതുപോലെ സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകം ചെയ്യേണ്ട. അപ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നതിൻ്റെ കാരണം, ആ ചിന്ത വരുമ്പം, അല്ലെങ്കിൽ പാപം ചെയ്യാനുള്ള ചിന്ത, ആഗ്രഹം വരുമ്പോൾ തന്നെ ആ ആഗ്രഹത്തെ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നാൽ ഇങ്ങനെയായി പോകും. അതുകൊണ്ട് ആ പ്രവൃത്തി പോലെ തന്നെ ചിന്തയെ കാണാൻ വേണ്ടിയിട്ടാണ് കർത്താവ് അതുപോലെ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. കാരണം അതിനെ അവിടെ വെച്ച് നമ്മൾ അബോർട്ട് ചെയ്ത് കളയണം. ഹല്ലേലൂയ. അതിനാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ ഓർമ്മിപ്പിച്ച് തരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ, ഈ വിഷയങ്ങൾ, ഈ ആഗ്രഹം അല്ലെങ്കിൽ തോന്നൽ, ഈ എരിവിങ്ങി വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ടാൽ നമുക്കവിടെ രക്ഷപ്പെടാൻ പറ്റും. ഇല്ലെങ്കിലാണ് നമ്മൾ അതിനെ എടുത്ത് പിന്നെ അതിന് ഫോളിക് ആസിഡും കാൽസ്യവും വിറ്റമിനും ഒക്കെ കഴിച്ച് അതിനെ അങ്ങ് വളർത്തി പ്രസവിച്ച് കഴിയുമ്പം പാപം ജനിക്കും. പിന്നെ പാപത്തെ വളർത്തും. സ്തോത്രം. ഇപ്പോൾ ലോകമയത്തിലേക്കൊക്കെ ആൾക്കാർ പോകുന്നത് എങ്ങനെയാണ്? ഒരു സിനിമ കണ്ടു, 2 സിനിമ കണ്ടു, 3 സിനിമ കണ്ടു, പിന്നെ അങ്ങ് വളർത്തും. പിന്നെ അങ്ങ് ഇരുന്ന് പിന്നെ ഇരിപ്പ് പിന്നെ അങ്ങനെ അങ്ങ് പോവും അത്. സ്തോത്രം. അപ്പോൾ ഈ ഒരു ആഗ്രഹം കുഞ്ഞൊരിതിൽ തുടങ്ങുന്നതാണ്. അങ്ങനെ അങ്ങ് വലുതായി പോകും. അതുപോലെ തന്നെ വൈൻ്റെ കാര്യം വചനത്തിൽ പറയുന്നത്, അത് നോക്കല്ലെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറയുകയാണ്. അത് നോക്കും, പിന്നെ നീ അത് കുടിക്കും, പിന്നെ ആരെന്നെ തല്ലി ഒന്നും അറിയത്തില്ല. പ്രോവർബ്സിനകത്ത് കിടക്കുക. ഇതെല്ലാം ഒരു ഫേസ്, ഒരു ഗ്രോത്ത് ഉണ്ട് ഇതിനെല്ലാം. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഈ മോഹത്തിൻ്റെ ഈ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി വരുന്ന എല്ലാ വിചാരത്തെയും പിടിച്ചടക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. ആ വിചാരത്തെ പിടിക്കണം നമ്മൾ. കാരണം ഇതിൽ കൂടിയാണ് ഇവ തുടങ്ങുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ യുദ്ധത്തിനൊന്നും ഈ ശത്രു സൈന്യം ചിലപ്പം അവർ പോകാതെ അവിടെ മാറി നിന്ന് മിസൈൽ വിടുന്നുണ്ട്. ഇവരെല്ലാവരുടെയും അവിടെ ചെന്ന് ആ ഒരു സ്ഥലത്ത് ചെന്ന് ആക്രമിക്കണമെന്ന് നിർബന്ധമില്ല. ഇവിടെ ഇരുന്ന് അങ്ങോട്ട് റിലീസ് ചെയ്താലും അയച്ചാലും അവിടെ ചെന്ന് വേണ്ട നാശനഷ്ടങ്ങളൊക്കെ വരുത്താം എന്ന് പറയുന്ന പോലെ ഇതിനെ അങ്ങോട്ട് വിട്ട് കഴിയുമ്പോൾ അത് ഓരോരുത്തരും ഏറ്റെടുക്കുന്നത് പോലെ ഇരിക്കും. ഈ ആഗ്രഹവും ഈ പാഷനും കൂടി രണ്ടും കൂടി ചേർന്ന് കളിക്കുന്ന കളി. സ്തോത്രം. അപ്പം നമ്മളിതിനെ വചന ബേസിസിൽ മനസ്സിലാക്കി പരിശുദ്ധാത്മാവിനോട് ചേർന്നിരുന്നാൽ ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുക. സ്തോത്രം. അപ്പം ഈ സൂത്രത്തെ വേണം നമ്മൾ, അതിനെ ക്രൂശിച്ചിരിക്കുകയാണ് ക്രിസ്തുവേശുവിനുള്ളവർ. ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവേശുവിനുള്ളവരായ നമ്മൾ ഇത് ആക്റ്റീവാണോ അതോ ക്രൂശി കിടക്കുവാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇതെന്നിൽ ക്രിസ്തുവേശുവിനുള്ളവരാണെങ്കിൽ ഇത് ക്രൂശിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയാം നമ്മളോട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ ചിന്ത വരുമ്പോൾ നമ്മൾ അതിനെ അബോർട്ട് ചെയ്ത് കളയുക. ഇനി അഥവാ ജനിച്ചെങ്കിൽ തന്നെ കിടന്നുരുളാതെ, ഹല്ലേലൂയ, സ്തോത്രം, ആ പാപത്തിന് വീണ്ടും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. അതിനെ വളരാൻ സമ്മതിക്കരുത്. ഒരു പാപം ജനിച്ചു പോയെങ്കിൽ അതിന് വളർത്തരുത്. പിന്നെ നമ്മൾ ഒരു ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടുപോയി, പിന്നെ വന്നു കഴിഞ്ഞ് പിന്നെ അതിൽ നിന്ന് ഊരിപ്പോകുന്നതിന് പകരം അടുത്ത ചീത്ത കൂട്ടുകെട്ടിൽ അടുത്തയാളെയും പിടിച്ച് അങ്ങനെ അങ്ങ് പോവാണ്. അതിനെ വളർത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഈ ജഡിക സ്വഭാവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളതിനെ ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതങ്ങ് വളരും. പിന്നെ ഇത് പ്രസവിക്കും അടുത്ത ഡെത്തിനെ. സ്തോത്രം. അതുകൊണ്ടാണ് ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശീകരിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് പോവാണ്. ഹല്ലേലൂയ. പല ഡിസയേഴ്സ് ഉണ്ട്, അത് നമ്മൾ ഇപ്പം ചിന്തിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ കണ്ടു.
അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. വളരെ ഭാഗം എടുത്തോട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത് അപ്പോസ്തലനായ പൗലോസ് പറയാനുള്ള കാരണം അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. നോക്കുവിൻ, എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവർ ഒക്കെയും ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദനയെ ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. സ്തോത്രം. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കർത്താവിൻ്റെ ക്രൂശ് നിമിത്തമുള്ള ഒരു കഷ്ടപ്പാടിലേക്ക് അല്ലെങ്കിൽ അത് നിമിത്തമുള്ള പെർസിക്യൂഷനിലേക്ക് കടന്നു പോകാൻ താല്പര്യമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതിന് പകരം എല്ലാവരും പറയുന്ന പോലെ അങ്ങ് നിന്നാക്കാമെങ്കിൽ കുഴപ്പമില്ലല്ലോ. സ്തോത്രം. നാട്ടിൽ ചെന്ന് അവരങ്ങനെ പറഞ്ഞ് അതങ്ങനെ നിൽക്കുക. അപ്പം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. ഹല്ലേലൂയ. അപ്പം ലോകക്കാരെ പ്രസാദിപ്പിച്ചാൽ ലോകം പ്രശ്നം ഉണ്ടാക്കുമോ? ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല. എല്ലാവരും കൂട്ടുകാരായിരിക്കും. കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ കൂട്ടത്തിൽ നിൽക്കും. ഹല്ലേലൂയ. കാരണം നമ്മൾ ഈ പറയപ്പെട്ട രീതിയിൽ പോകാതിരുന്ന എല്ലാവർക്കും സന്തോഷമാണ്. അപ്പം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ഒരു സ്വഭാവം. അപ്പോസ്തലനായ പൗലോസ് പറയും, എന്നെ ലോകക്കാരെ എന്നാ വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്കൊരു വിഷയമല്ല. സ്തോത്രം. എനിക്ക് കർത്താവായ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും എനിക്ക് പ്രശംസിക്കാൻ ഇട വരരുതെന്ന് അപ്പോസ്തലനായ പൗലോസ് എന്നിട്ട് പറയാം, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുക. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് നോക്കുമ്പോൾ ലോകത്തിന് എന്നെ ലോകത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. കാരണം അപ്പോസ്തലനായ പൗലോസ് ഒന്നും ലോകത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ലോകം നോക്കുമ്പോഴോ ലോകത്തിന് പ്രയോജനം, പിശാചിനും അവൻ്റെ കൂട്ടർക്കും പ്രയോജനമുള്ളതൊന്നും പൗലോസിന് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള ഉറപ്പ് അവർക്കും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കാണത്തുള്ളൂ. അതിനൊരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോസ്തല പ്രവൃത്തി 19-നകത്ത്. യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ എനിക്കറിയാം. സ്തോത്രം. യേശുവിനെ അറിയാം, പൗലോസിനെ എനിക്കറിയാം. നമ്മളെ അറിയാവോ? സ്തോത്രം. അത് നമ്മൾ ജഡത്തിൽ സൂപ്പറോ ഇങ്ങനെ ഒരു കാര്യം കൊടുത്തു വിട്ടാൽ ആ പുള്ളി ഇപ്പം വീണ് പൊക്കോളൂ എന്നുള്ളതാണോ ഇവരുടെ കിങ്ഡത്തിൽ കിടന്ന് നമ്മളെക്കുറിച്ചുള്ള റെപ്യൂട്ടേഷൻ? വിശ്വാസി അതൊക്കെ പറയുന്നുള്ളത് ഒന്നുമില്ല. ഇങ്ങനെ ഒരു സൂത്രം അങ്ങോട്ട് വിട്ടാച്ചാൽ മതി, അവൻ അവിടെ വീണോളൂ. അതൊന്നും കുഴപ്പമില്ലതേ. ഇവനെ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഈ പിന്മാറ്റക്കാരന് ഇവനെ നമുക്കാണ്ട് അവരുടെ അടുത്തോട്ട് വെച്ചാൽ അവരെ നോക്കി അവരാരും ഈ വിശ്വാസത്തിൽ പോകത്തില്ല. ഇവനെ കൊള്ളാം, ഇവനെ വിട്ടേക്കാം. പക്ഷേ ഈ ലോകം അപ്പോസ്തലനായ പൗലോസിനെ നോക്കുമ്പോൾ ഇവനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രയോജനം, ഒരുത്തിനെ വീഴിക്കാൻ ഇവനെ കൊണ്ട് പറ്റത്തില്ല. അഥവാ എന്തെങ്കിലും ചെയ്താൽ ആ പുള്ളിയും കൂടി വിശ്വാസത്തിലോട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് ലോകത്തിന് മുമ്പിൽ ലോകത്തിൻ്റെ കാര്യങ്ങൾ, പൈശാചിക ലോകത്ത് ഹല്ലേലൂയ ഒരു പ്രയോജനം അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് അവർക്ക് കിട്ടത്തില്ല. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാ, അപ്പോസ്തലനായ പൗലോസിന് അവരെ സംബന്ധിച്ചിടത്തോളം മരിച്ചിരിക്കുക ലോകത്തിന്. പൗലോസ് നോക്കുമ്പോൾ ഞാനോ ലോകം എനിക്കൊന്നും ചെയ്യണ്ട, എനിക്ക് ഒരു മനുഷ്യൻ്റെയും ഒരു ഇതും വേണ്ട, എനിക്കിതിന് നിമിത്തം കർത്താവായ യേശുവിൽ ഞാൻ പ്രശംസിക്കുന്നത് നിമിത്തം എനിക്ക് എന്നെ ഉപദ്രവം വന്നാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. സ്തോത്രം. ആരെന്നെ എന്തും പറഞ്ഞോട്ടെ, എനിക്കൊരു വിഷയമല്ല. ഞാൻ എൻ്റെ പരിച്ഛേദനയിൽ പ്രശംസിക്കാൻ പോകുന്നില്ല. ഇനി ഇവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എനിക്ക് അങ്ങനെ ചെയ്യുകയും ചെയ്യണ്ട. ഹല്ലേലൂയ. ഇത്രമാത്രം ഒരു കോൺഫിഡൻസ് ഈ അപ്പോസ്തലനായ പൗലോസിന്. ഹല്ലേലൂയ. അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഇത്രമാത്രം ഉറപ്പ് മനുഷ്യരെ പ്രസാദിപ്പിക്കത്തില്ല. സ്തോത്രം. അത് നിമിത്തം ക്രിസ്തുവിൽ പ്രശംസിക്കുന്ന നിമിത്തം എന്തൊക്കെ കഷ്ടങ്ങൾ വന്നാലും ഹല്ലേലൂയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് ഞാൻ അവരെ പ്രസാദിപ്പിച്ചിട്ട് കർത്താവിൽ നിന്ന് മാറിപ്പോകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ ഒരു കാരണം അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ പറയാനുള്ളൊരു റീസൺ ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കുന്നത് നമുക്കറിയാൻ പറ്റും. ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിനകത്ത് 1-ാമത്തെ വാക്യം പറയുന്നു, പോൾ ആൻ അപ്പോസ്റ്റൽ. അവിടെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, നോട്ട് ഫ്രം മാൻ നോർ ത്രൂ മാൻ ബട്ട് ത്രൂ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗോഡ് ദ ഫാദർ who raised him from the dead. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് തന്നെക്കുറിച്ച് പറയാം, പോൾ ആൻ അപ്പോസ്റ്റൽ. സ്തോത്രം. ആരാന്ന് പറയും? നോട്ട് ഫ്രം മാൻ നോർ ത്രൂ മാൻ ബട്ട് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. അപ്പം മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല,
യേശു ക്രിസ്തുവിനാലും പിതാവായ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ. അപ്പോൾ അപ്പസ്തോലനായ പൗലോസിൻ്റെ ഒരു കോൺഫിഡൻസ് കണ്ടോ? ഞാൻ അപ്പസ്തോലൻ എന്ന് ഞാൻ എന്നെ തന്നെ ഉണ്ടാക്കി ഒരു ബോർഡ് ഉണ്ടാക്കി എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇട്ടിരിക്കുന്നതല്ല. സ്തോത്രം. നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ നമുക്ക് അല്ലാത്ത രീതിയിൽ, ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴത്തേക്ക് പോൾ ആൻഡ് അപ്പോസ്റ്റൽ, പിന്നെ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുക. ആരാ അപ്പോസ്തോലനാക്കിയത്? സ്തോത്രം. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ. അപ്പം ഈ അപ്പോസ്തലനായ പൗലോസ് ആരാണെന്നും ആരാ വിളിച്ചിരിക്കുന്നതെന്നും എനിക്ക് ഈ സ്റ്റാറ്റസ് തന്നിരിക്കുന്ന ആരാണെന്നുള്ള ഉറപ്പ് അപ്പോസ്തലനായ പൗലോസിനുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നതെല്ലാം തീരുമാനിച്ച് നമുക്ക് ആ ഉറപ്പുണ്ടോ? നമ്മൾ ഗ്നായുമല്ല, കാത്തലിക്കുമല്ല, മർത്തോമല്ല, ആരുമല്ല. നമ്മളാരാ? നമ്മൾ ദൈവമക്കളാണ്. സ്തോത്രം. നമുക്ക് ആ ഉറപ്പുണ്ടോ? ഹല്ലേലൂയ. ഈ ദൈവമക്കൾ എന്ന പദവി നമുക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ച് പാസ്റ്റർമാർ നിങ്ങൾ ദൈവമക്കളാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണോ? അല്ല. സ്തോത്രം. നമുക്ക് എന്തുകൊണ്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്? കർത്താവിൻ്റെ വചനം പറയുകയാണ്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ആരാ നമ്മളെ വിളിച്ചിരിക്കുന്നത്? കാൺമീൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്ന പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം. അപ്പോൾ ആരാ നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവമക്കളെന്ന്? സ്തോത്രം. ഇത് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ പൊതുവെ കേൾക്കുന്ന ഒരു പദമായതുകൊണ്ട് നമ്മളും ദൈവമക്കളാന്നുള്ള ആ ഒരു അല്ല. അപ്പോസ്റ്റൽ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയാണ്, പോൾ ആൻ അപ്പോസ്റ്റൽ. എവിടുന്നാ? അപ്പം ഈ ഐഡൻറ്റിറ്റി നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആരാ എന്നെങ്കിൽ മാത്രമുള്ളൂ ഈ ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ലോകത്തെ പ്രസാദിപ്പിക്കാൻ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറിയും കയറി നിൽക്കും. നമ്മൾ അങ്ങനെ ആവരുത്. സ്തോത്രം. അതിനൊരു ഉറപ്പ് നമുക്ക് വേണം. എന്നെ വിളിച്ചിരിക്കുന്ന ആരാ? എന്നെ വിളിച്ചിരിക്കുന്നത് എൻ്റെ യേശുവാണ്. ഞാൻ ആരാ? ഞാനൊരു ദൈവ പൈതല. സ്തോത്രം. അത് ഏത് ഡെസിഗ്നേഷൻ ആവട്ടെ, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. വചനം എന്നാ പറഞ്ഞിരിക്കുന്നത് നമ്മളെക്കുറിച്ച്? നമ്മളതാ. സ്തോത്രം. ആ ഉറപ്പ് നമ്മുടെ ഉള്ളത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് സാഹചര്യങ്ങളുടെ ബേസിസിലല്ല, അത് ലോകക്കാർ നമുക്ക് കൂട്ടി നിൽക്കുന്നത് കൊണ്ടല്ല. ഞാൻ ഇങ്ങനെ തന്നെയാണെന്നുള്ള ആഴമേറിയൊരു ബോധ്യം. അതെൻ്റെ പിതാവ് എന്നെ വിളിച്ചിരിക്കുന്ന, അതെൻ്റെ യേശുവാണ് എനിക്ക് അത് തന്നിരിക്കുന്നത്. എന്നെ ആ പേര് വിളിച്ചിരിക്കുന്നത്, ഞാൻ എന്നെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മനുഷ്യനുണ്ടാക്കിയത്, മനുഷ്യരല്ല എന്നെ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. പിന്നെ ഞാൻ എന്തിൻ്റെ മനുഷ്യൻ്റെ ഇഷ്ടങ്ങളൊക്കെ നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യം എനിക്കില്ല. അപ്പം നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മൾ ആരാ, കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനം എന്നാ, ദൈവം നമ്മളെ എന്തിനാണ് നിർത്തിയിരിക്കുന്ന ഒരു ആഴമേറിയൊരു ബോധ്യം. അത് മനുഷ്യരിൽ നിന്നല്ല, കൂടെ നിൽക്കുന്ന കുറച്ച് സിസ്റ്റർമാരിൽ നിന്ന് കേട്ടത് കൊണ്ടല്ല നമ്മളായിരിക്കുന്നത്. കർത്താവായ യേശു തൻ്റെ രക്തം കൊടുത്ത് നമ്മളെ മേടിച്ച് നമ്മളെ ആ പദവിയിലേക്ക്, സർപ്പസന്തതി എന്നുള്ള സ്റ്റാറ്റസ് മാറ്റി ദൈവ മക്കൾ എന്നുള്ള പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുക. സ്തോത്രം. അത് ദൈവമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അത് നമ്മളെ ആരെന്നാ കളിയാക്കിയാലും നമുക്ക് ഉറപ്പ് വേണം. നിങ്ങളാണ് ദൈവമക്കൾ. നിങ്ങൾക്കങ്ങനെ തോന്നുമായിരിക്കും, ഞങ്ങളങ്ങനെ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയത്തില്ലെന്നേ എൻ്റെ കൂട്ടൻസ് ഒന്നും, പക്ഷെ ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പ് നമ്മുടെ ഐഡൻറ്റി. അതുകൊണ്ട് ഇവനെൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞത്, അത് കഴിഞ്ഞപ്പോൾ പിന്നെ പിശാചിരിക്കുമ്പോൾ ഇതിനവൻ വെയിറ്റ് ചെയ്തത്. പിന്നെ പറയുന്നത്, നീ ദൈവത്തിനാണെങ്കിൽ അത് ഇത് ചെയ്യുന്നൊക്കെ പിന്നെ പറയുന്നത് കണ്ടോ? ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്ക് മനസ്സിലാകണം. കർത്താവാണ്, പിന്നെ കൺഫ്യൂഷനൊന്നും അടിച്ചൊന്നുമില്ല. സ്തോത്രം. അപ്പോൾ യേശു അപ്പച്ചൻ ആണ് നമ്മളെ വിളിച്ചെന്നുള്ളത് ആഴമേറിയൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ കിടക്കട്ടെ. അതൊരു മനുഷ്യരിൽ നിന്നല്ല, നമ്മൾ മാനുഷികമായി കേട്ട വാക്കല്ല. സ്വർഗത്തിലെ കർത്താവ് നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനപ്രകാരം ആ വ്യവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ദൈവമക്കളാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ നമുക്ക് അടുത്ത ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. അതിൻ്റെ 10, 11, 12 അതിനകത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നു അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നു. ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കില്ല. സ്തോത്രം. അപ്പോൾ ഈ ക്രൂശിക്കപ്പെട്ട ആറ്റിറ്റ്യൂഡ് എന്തിനാ അപ്പോസ്തലനായ പൗലോസിന് ഒറ്റ ആഗ്രഹമുള്ളൂ, എനിക്ക് ക്രിസ്തുവിൻ്റെ ദാസനായിരുന്നാൽ മതി. എനിക്ക് ലോകത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കണ്ട. ആ പേരിൽ പോയി പരിചയത്തിന് ഏറ്റിട്ട് പിന്നെ ഇവിടെ വന്നിരുന്ന ആ പരിപാടി എനിക്കില്ല. സ്തോത്രം. അതിന് ആരെന്നെ ഉപദ്രവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ക്രിസ്തുവിൻ്റെ ദാസനായിരുന്നാൽ മാത്രം മതി. അതുകൊണ്ട് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കത്തില്ല. നമുക്കൊരു തീരുമാനം വേണം. ദൈവത്തെയും മനുഷ്യനെയും കൂടി ഒരുമിച്ച് നമുക്ക് പ്രസാദിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. സ്തോത്രം. കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പം
ഉറപ്പായിട്ടും അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ഇതൊക്കെ ചില വിഷയങ്ങളൊക്കെ വരും. പക്ഷെ അവിടെ നമ്മൾ ഉറച്ചു നിന്നാൽ മാത്രം മതി. ഹല്ലേലൂയ. അതിൻ്റെ 11-ാമത്തെ വാക്യം പറയും, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ പറയുന്നു 15-ാമത്തെ വാക്യം, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമാസ്കസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. സ്തോത്രം. അപ്പം അപ്പോസ്തലൻ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈ പ്രാപിച്ച സുവിശേഷം, ഞാൻ അറിയിച്ച സുവിശേഷം അത് മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. സ്തോത്രം. നമ്മൾ എങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത്? നമ്മൾ കേട്ട സുവിശേഷം, ആ സിസ്റ്റർ പറഞ്ഞവരാണ്, ആ ബ്രദറോ ഒക്കെ, നമ്മളെല്ലാവരും അതിനകത്തൊരു ചാനലാണെങ്കിൽ തന്നെ നമുക്ക് ഉറപ്പുണ്ടോ നമ്മളോട് ദൈവം സംസാരിച്ചിട്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട ഈ സുവിശേഷം കേട്ടേന്ന്? അമ്മേ, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ്, ഞാൻ പ്രാപിച്ച സുവിശേഷം അത് എവിടുന്നാ? മനുഷ്യരോട് അത് മാനുഷികമല്ല, അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഉറപ്പുണ്ടോ? ഞാൻ മനുഷ്യരിൽ നിന്നല്ല. മനുഷ്യർ നമ്മൾ പല മെസ്സേജുകൾ കേൾക്കുമായിരിക്കും, പക്ഷെ എന്നെ വളർത്തുന്നത് ആരാ? എൻ്റെ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കേട്ട സുവിശേഷത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. 1. 2, ഈ സുവിശേഷം ദൈവികമാണെന്ന് നമുക്കൊരു ഉറപ്പ് വേണം. അമ്മ, ഈ ദിവസങ്ങളിൽ നമുക്കത് കൂടിയേ പറ്റൂ. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ അവിടെ പറയാം, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. പലരും ഈ വചനം ബൈബിൾ എത്രയോ പ്രാവശ്യം വായിച്ച് തീർത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പരിജ്ഞാനം പ്രാപിക്കാതിരിക്കുന്ന എത്രയോ പേരുണ്ട്. ആ വെളിപ്പാടിലേക്ക് വരുന്നില്ല. നമ്മൾ ആദ്യം കേട്ടതുപോലെ ഈ ഞാനെ ക്രൂശിക്കാൻ ഭയങ്കര പാടും കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഈ പാരമ്പര്യങ്ങൾ അതും പറഞ്ഞ് ഞാൻ എന്തോന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം ഇതൊന്നും വെളിപ്പെട്ട് വരത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറപ്പായിരിക്കണം, എന്നെ വിളിച്ചിരിക്കുന്ന എൻ്റെ ഐഡൻറ്റിറ്റി അതിൻ്റെ ദൈവം പറഞ്ഞിരിക്കുന്നത്. 2, ഞാൻ കേട്ട സുവിശേഷം, ഞാൻ വിശ്വസിച്ചിരിക്കുന്ന സുവിശേഷം അത് എന്നിൽ പ്രകാശിപ്പിച്ച് തന്നത് ദൈവത്തിൻ്റെ ആത്മാവാണെന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ വേണം. ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ അവിടെ പറയാം, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന, എൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ജാതികളിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മിഷൻ, കർത്താവ് നമ്മളെ മറ്റുള്ളവരോട് സുവിശേഷം പറയുവാനും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളും അതൊരു പാസ്റ്റർ ഏൽപ്പിച്ചതല്ല, അതൊരു സിസ്റ്ററോ സഹോദരനെ ഏൽപ്പിച്ചതല്ല. സ്തോത്രം. എൻ്റെ മേൽ കിടക്കുന്ന നിർബന്ധം, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കമ്മീഷൻ അത് ദൈവികം തന്നെയാണ്. സ്തോത്രം. അതിന് ഞാൻ പോയി വീട്ടുകാരോടും നാട്ടുകാരോടൊന്ന് ഡിസ്കസ് ചെയ്ത് അവരുടെയൊക്കെ പെർമിഷൻ ചോദിച്ചിട്ട് പോകണമെന്നുള്ളതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന് അങ്ങനെ ഒരു കാര്യവും ഇല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കിലേക്ക് യെരൂശലേമിലേക്ക് പോവുകയും ചെയ്തില്ല. സ്തോത്രം. അതിന് പകരം കർത്താവ് യേശുവിൽ നിന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇത് മുഴുവനും പ്രാപിച്ചത്. പിന്നെയാണ് 3 വർഷം കഴിഞ്ഞിട്ടാണ് കേഫാവുമായി മുഖപരിചയം ഉണ്ടാകേണ്ടതിന് യെരൂശലേമിലേക്ക് പോയി. 15 ദിവസം മാത്രമേ അവിടെ പാർത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മളാണല്ലോ ഈ ഫീൽഡിൽ പരിചയമുള്ളവരെയൊക്കെ തപ്പി അല്ലേ, തപ്പി ആരെങ്കിലും പരിചയമുള്ളവരെയൊക്കെ. പക്ഷെ അപ്പോസ്തലനായ പൗലോസിന് അങ്ങനെയല്ലായിരുന്നു. സ്തോത്രം. എൻ്റെ യേശുവാണ് എന്നോട് ഈ സംസാരിക്കുന്നത്, ദൈവികമാണെന്നും ഈ മിഷൻ ദൈവത്തിൽ നിന്നുള്ളതാണെന്നും മനസ്സിലാക്കി കർത്താവിൻ്റെ പാദത്തിൽ തന്നെ ഇരുന്നു. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. 3 വർഷം കഴിഞ്ഞിട്ടാണ് പീറ്ററും ജെയിംസും ജോണും ഇവരെല്ലാം അവിടുത്തെ മെയിൻ ക്യാരക്ടേഴ്സാണ് ആ സമയത്ത്. അപ്പോസ്തലന്മാരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നപ്പോൾ മാളിക മുറിയിൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി അവിടെ അത്രയും പേര് അവിടെ തടിച്ചുകൂടി 3000 പേര് രക്ഷിക്കപ്പെട്ട് ഈ അപ്പോസ്തലന്മാരുടെ കയ്യിൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. അവർക്ക് അനേകർക്ക് ഭയമായി. മഹാപുരോഹിതൻ ഇത്രയ്ക്കും കോളിളക്കം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും അപ്പോസ്തലനായ പൗലോസിന് ഒരു ടെംപ്റ്റഡ് ആയില്ല അവിടെ പോയി ഇവരോട് ആദ്യം പോയി ഡിസ്കസ് ചെയ്യാൻ. സ്തോത്രം. ഹല്ലേലൂയ. അത്രയ്ക്ക് ഒരു ഉറപ്പാണ്. കാരണം അങ്ങനത്തെ ഒരു എൻകൗണ്ടറാണ് അപ്പോസ്തലനായ പൗലോസിന് കിട്ടിയത്. ആരും പറഞ്ഞിട്ടല്ല. അനന്യാസ് പരിശുദ്ധാത്മാവ് യേശുവിച്ച് തന്നെ വ്യക്തിമാർ ഇടപെട്ടാണ് അനന്യാസ് അവിടെ ചെല്ലുന്നത്. പൗലോസ് പുറകെ പോയതല്ല, അനന്യാസേ എവിടാന്ന് പറഞ്ഞു.
സ്തോത്രം. അതൊക്കെ കർത്താവ് ക്രമീകരിക്കേണ്ടത് പോലെ ക്രമീകരിച്ച് അതിനുശേഷം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിൽ നിന്ന് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രാപിക്കും തോറും അത് ഉറപ്പ് പ്രാപിച്ച് പിന്നത്തെ കാര്യം നമുക്കറിയാം. 14 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ബർന്നബാസും തീത്തോസുമായിട്ട് വീണ്ടും പോവുകയാണ് ഇവരെയൊക്കെ കാണാൻ. യെരുശലേമിൽ ചെന്ന് പ്രമാണികളായവരോട് വിവരിച്ചു. കാരണം ഈ പറയപ്പെട്ട സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ ഇന്ന പോലെയൊക്കെ പറയുന്നത് നിങ്ങളിങ്ങനെ അവർ തമ്മിലെല്ലാം പറഞ്ഞ് സംസാരിച്ച് പിന്നെ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അവർ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് അവസാനം തീരുമാനിച്ചൊക്കെ ജാതികളുടെ ഇടയിൽ ഞാൻ മിനിസ്റ്റർ ചെയ്യുന്നു, നിങ്ങൾ യഹൂദന്മാരുടെ ഇടയിൽ മിനിസ്റ്റർ ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ ഒക്കെ കൂട്ടായ്മയ്ക്ക് അവർ വലങ്കൈ കൊടുത്തു. എല്ലാം കഴിഞ്ഞ് അങ്ങ് പോയി. പക്ഷേ അതിനുശേഷം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് അന്ത്യോക്യയിൽ വെച്ച് പത്രോസിൻ്റെ ഒരു കോംപ്രമൈസ്. പരിശോധനക്കാരൻ ചെല്ലു വന്നപ്പോൾ തിന്നാതെ മാറി നിന്നു. പിന്നെ കഴിഞ്ഞപ്പോൾ ഇതായി. അപ്പോൾ ആ ഒരു കുറ്റം കണ്ടപ്പം ഇതാണ് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം. പൗലോസിന് ഈ ലോകം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ആ ഒരു ആറ്റിറ്റ്യൂഡിൽ പൗലോസ് പറയാനുള്ള കാരണം. ഹല്ലേലൂയ. നമുക്കവിടെ ഈ അപ്പസ്തോലനായ പത്രോസ് എന്ന് പറഞ്ഞ ആരാ? സോദരൻ. നമുക്കറിയാം കർത്താവിൻ്റെ കൂടെ എത്ര നാള് നടന്നവർ. 3.5 വർഷം കർത്താവ് അവരെ കൊണ്ട് നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത്. അതും പോട്ടെ, പുനരുത്ഥാനത്തിന് ശേഷം ദൈവരാജ്യത്തെക്കുറിച്ച് എത്ര കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മാളികമുറിയിൽ എന്താ സംഭവിച്ചത്? അവിടെ വെച്ച് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് എത്ര വചനങ്ങളാണ് അപ്പസ്തോലനായ പത്രോസ് അവിടെ നിന്ന് നമുക്കറിയാം അവിടെ നിന്ന് പറയുന്നത്. എവിടുന്നെല്ലാം എടുത്ത് കോട്ട് ചെയ്യുന്നു. ഇതെല്ലാം എവിടുന്ന് വന്നു? സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ ഇതെല്ലാം ആരിൽ തെളിഞ്ഞു വന്നു? അപ്പസ്തോലനായ പത്രോസിൽ തെളിഞ്ഞു വന്നു. സ്തോത്രം. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം അപ്പം 14, 3, 17 വർഷം കഴിഞ്ഞെന്ന് ഓർക്കണം. 3 ആണ്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് പോയായിരുന്നു. പിന്നെ 14 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ പോയി. നമുക്കൊരു ഊഹം ഒരു 15 വെക്കട്ടെ. ഇത്രയും വർഷങ്ങളും കഴിഞ്ഞു. അപ്പോൾ ഇത്രയും മിനിസ്ട്രി നടന്നു കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. അന്ത്യോക്യയിൽ വെച്ച് ഒരു കോംപ്രമൈസ് കണ്ടപ്പം അപ്പസ്തോലനായ പൗലോസ് ഒരു കാര്യം, ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. സ്തോത്രം. കാരണം ഈ കോംപ്രമൈസിന് വേണ്ടി അവിടെ അങ്ങനെ കണ്ടപ്പം അഭിമുഖമായിട്ട് എതിർത്ത് നിന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ് 14-ാമത്തെ വാക്യം. ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞു, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത്? സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇതുപോലെ അഭിമുഖമായി നിന്ന് പാത്തല്ല. സ്തോത്രം. എല്ലാവരും കേൾക്കെ ഒരു ചോദ്യം ചോദിച്ചു, നീ എന്താ പരിപാടിയെ കാണിക്കുന്നത്? ഹല്ലേലൂയ. ഇത് ചോദിക്കാൻ കാരണം എന്നാ? അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ 2-ന്റെ 6-ാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവരായിരുന്നാലും എനിക്ക് ഏതുമില്ല. ദൈവം മനുഷ്യൻ്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല. സോദര, ആരായി പ്രമാണികൾ? പില്ലേഴ്സ് എന്നറിയപ്പെടുന്ന ആരാ? റെപ്യൂട്ടേഷനുള്ള ആരാ? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവരൊക്കെയാണ്. അല്ലല്ലോ, ഇവരുടെ സീനിയോറിറ്റി ഒന്ന് നോക്കിക്കേ. സ്തോത്രം. അപ്പോൾ പൗലോസിൻ്റെ ഒരു ഉറപ്പ് നോക്കിയാണ് എന്നെ അതാ ചിന്തിപ്പിച്ച്. പ്രമാണികളായവർ അവർ പണ്ട് എങ്ങനെയുള്ളവരായിരുന്നാലും എനിക്ക് ഏതുമില്ല. സ്തോത്രം. ദൈവം മനുഷ്യൻ്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല. സ്തോത്രം. ഈ ഉറപ്പ് നമുക്കുണ്ടോ? നമ്മളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന പാസ്റ്ററായിരിക്കാം, സിസ്റ്ററായിരിക്കാം, സഹോദരിമാരായിരിക്കാം, കർത്താവിൽ കത്തി ജ്വലിച്ച് നിന്നവരായിരിക്കാം. ഹല്ലേലൂയ. ഇവരൊരു കോംപ്രമൈസ് ഏതെങ്കിലും ഒരു കാരണവശാൽ എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കാണുമ്പോഴത്തേന് ഉടനെ അയ്യോ ആ പുള്ളി അങ്ങനെ പോയെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളും പോകേണ്ടതെന്ന് പറഞ്ഞ് ഉടനെ ഓടിച്ചാടി പോകുന്നവരാകാനല്ല. ഈ ദിവസങ്ങളിൽ നമുക്ക് പരിജ്ഞാനം ഉണ്ടാകണം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ആരിൽ നിന്നാണ് പ്രാപിച്ചിരിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. ആരിൽ നിന്നാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്? കർത്താവിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പഠിപ്പിച്ചു തരുമ്പം, ദൈവത്തിൻ്റെ വചനം സ്പഷ്ടവും വ്യക്തവുമായിട്ട് ദൈവവചനത്തിൽ എഴുതിയിരിക്കുമ്പം, ഈ പറയപ്പെട്ട കോംപ്രമൈസിങ് സിറ്റുവേഷൻ വരുമ്പം അയ്യോ കർത്താവിൻ്റെ കൂടെ 3.5 വർഷം നിന്നവരാ, അവരൊക്കെ കഴിഞ്ഞ് വേറൊരു അറിവ് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഞാനൊക്കെ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് രക്ഷിക്കപ്പെട്ടത്? എൻ്റെ അനുഭവമാണോ അവർക്ക്? അവരെത്ര അത്ഭുതങ്ങൾ ചെയ്തവരാ. അവർ എന്നെക്കാളും എത്ര കർത്താവിനെന്ന് കേട്ടവരാ അവർ. എൻ്റെ പൊന്നെ, അവരോട് പോയി എങ്ങനെയാണ് പറയുന്നത്? പത്രോസിനോട് എങ്ങനെ ഈ കാര്യം ഒന്ന് അവതരിപ്പിക്കും? ഇതൊന്നും ഒരു വിഷയമല്ല അവിടെ. കാരണം പത്രോസിനറിയാം, അപ്പസ്തോലനായ പൗലോസിനറിയാം എന്നെ പത്രോസ് അല്ല പഠിപ്പിച്ചത്.
എന്നെ ജെയിംസ് അല്ല പഠിപ്പിച്ചത്, എന്നെ ജോൺ അല്ല പഠിപ്പിച്ചത്. ഞാൻ ആരിൽ നിന്നാണ് പ്രാപിച്ചത്? കമ്മ്യൂണിയൻ സർവീസിനെ കുറിച്ച് 1 കൊരിന്ത്യനകത്ത് എഴുതിയിരിക്കുന്നുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും. ഈ പത്രോസ് അല്ല, അപ്പോസ്തലൻ പൗലോസ് കമ്മ്യൂണിയൻസ് അല്ല ലോർഡ് സപ്പറിൻ്റെ സമയത്ത് കൂടെ ഉണ്ടായിരുന്നോ? അത് കണ്ടോ? പക്ഷെ പറയാം, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. അപ്പോൾ കർത്താവ് ഈ കാര്യങ്ങളെല്ലാം ആർക്ക് പറഞ്ഞു കൊടുത്തു? ഹല്ലേലൂയ. അത് കാരണമാണ് എത്ര സീനിയോറിറ്റി ഉള്ളവരാണേലും പത്രോസ് ഒരു കാര്യം പറയാം, ഒക്കെ അവരുടെ അനുഭവങ്ങൾ ശരിയായിരിക്കും, അവരുടെ മിനിസ്ട്രി അവർ പലതും ചെയ്യുന്നുണ്ടായിരിക്കും, പല രീതിയിൽ കൂടി അവർ കർത്താവ് ദൈവം അവരെ അടുത്ത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു കുറ്റം കാണുമ്പോൾ ഞാനും ഉടനെ പത്രോസിൻ്റെ സീനിയോറിറ്റിയും എക്സ്പീരിയൻസും റെവലേഷൻസും അല്ലെങ്കിൽ ഈ പറയപ്പെട്ടതിനെല്ലാം പുറകെ ഞാനും ഓടിപ്പോകാനിരിക്കുന്നവളാകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ആ ഉറപ്പ് നമുക്കില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് പറയാവുന്ന കാര്യമുള്ളൂ. കാരണം നമുക്കറിയാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം രീതിയിലാണ്. നമ്മൾ ബൈബിളിനകത്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ എവറി വിൻഡ് ഓഫ് ഡോക്ട്രിൻ, ഓരോ ഡോക്ടറിനും ഓരോ കാറ്റ് പോലെ വന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് ഓരോന്നോരോന്ന് കേട്ടോണ്ടിരിക്കുക. അത് കാറ്റ് പോലെ വരും, അതിൻ്റെ പുറകെ കുറേ പേര് പോകും, അങ്ങനെ അങ്ങ് പോകും കുറച്ച് പേര്. അടുത്ത കാറ്റടിക്കും, ആ കാറ്റും കേട്ടോണ്ട് അടുത്തവരങ്ങും, ഇങ്ങനെ പോകുന്ന ശിശുക്കളാകരുത്. സ്തോത്രം. അതിനാണ് അപ്പോസ്തലനായ പൗലോസ് പറയാം, പ്രമാണികളായവർ ഏതുമില്ല. സ്തോത്രം. അവരെനിക്കൊന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല. അപ്പം നമ്മളും ഈ ദൈവത്തിൻ്റെ വചനം, അതുകൊണ്ടാണ് ഈ പറയുന്നത്, ദൈവവുമായിട്ടുള്ളൊരു ബന്ധവും ദൈവവചനവുമായിട്ടുള്ളൊരു ആഴമായ ബന്ധവും നമുക്ക് പേഴ്സണലായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആരെന്നാ പറഞ്ഞാലും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് ഇത് വചനത്തിലുള്ളതാണോ, ഇവർ പോയെന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ അനുഭവങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ എക്സ്പീരിയൻസും അവർക്ക് ഇത്ര നാൾ അവർക്ക് മിനിസ്ട്രിയിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്രയും നാൾ ഇത്രയും ഇതൊക്കെ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ, അതും ശരിവെച്ച് അങ്ങനെ പോകാനുള്ളവരാകരുത് നമ്മൾ. സ്തോത്രം. ഹല്ലേലൂയ. അതിന് പകരം ദൈവത്തിൻ്റെ വചനം തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ കർത്താവിൽ നിന്ന് നമ്മൾ പ്രാപിക്കുക. സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളിരിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന ഉറപ്പ് വേറെ ആര് പറഞ്ഞു തരുന്ന ഉറപ്പിനേക്കാളും ശ്രേഷ്ഠമാണ്. ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏത് പ്രമാണി തെറ്റിപ്പോയാലും സ്തോത്രം നമ്മൾ ഉടനെ പോകത്തില്ല. അല്ലെങ്കിൽ അടുത്ത കുഴപ്പമാണ്, പാസ്റ്റർ പുല്ല് തിന്നാൻ പറഞ്ഞാൽ പുല്ല് തിന്നുന്നത് എത്ര വിശ്വാസമുണ്ട്. അതിവിടെ അല്ല, വേറെ രാജ്യങ്ങളിൽ. സ്തോത്രം. ഓരോരോ പരിപാടികളുണ്ട്. ലാപ്ടോപ്പ് കൊണ്ടുവന്ന് വൃത്തിയുടെ പരിപാടിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നത്. ഹല്ലേലൂയ. അത് വേറൊരു കൂട്ടർ. കസ്റ്റമറിനെ കിട്ടാൻ ഒന്നും പറയണ്ട. സ്തോത്രം. ഹല്ലേലൂയ. അതൊക്കെ വേറെ വശത്തൂടി നടക്കുന്ന ഓരോരോ പരിപാടികൾ. ഇതിൻ്റെ എല്ലാം പുറകെ ഈ ഓരോന്ന് പറയുമ്പം അത് ചെയ്തു ഇത് ചെയ്തു അത് തിന്നു ഇത് കാണിക്കുന്നു പറയുമ്പോൾ ഇങ്ങനെ നടക്കുന്നതിൻ്റെ കാരണം വചനം അറിയത്തില്ല. സ്തോത്രം. പ്രാപിക്കുന്നില്ല കർത്താവിൽ നിന്ന്. അത് കാരണം ഇവരുടെ അനുഭവങ്ങളും അവർക്ക് അത്ര നാൾ അനുഭവം ഉള്ളതല്ലേ, അവർക്ക് ഇത്ര നാൾ എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, അപ്പോൾ പുള്ളി പറയുന്നതായിരിക്കും ശരിയെന്ന് പറഞ്ഞ് അവരുടെ കൂട്ടത്തിലും കൂടുക. പക്ഷെ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പൊല്ലോസ് ആരാ? സ്തോത്രം. പൗലോസ് ആരാ? ഞങ്ങളൊക്കെ കർത്താവിൻ്റെ കൂട്ടുവേലക്കാരെന്നേ ഉള്ളൂ, വളർത്തുമാറാക്കുന്ന ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ പ്രമാണികളുണ്ടല്ലോ, എനിക്കവരൊന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല. ഞാൻ പത്രോസിൽ നിന്ന് പ്രാപിച്ചതല്ല, ഞാൻ യോഹന്നാനിൽ നിന്ന് പ്രാപിച്ചതല്ല. അതുകൊണ്ട് പത്രോസിൽ നിന്ന് പ്രാപിക്കാത്തത് കൊണ്ട് പത്രോസിലൊരു കുറ്റം കണ്ടപ്പോൾ ഞാൻ പോയില്ല അതിനെ കോംപ്രമൈസ് ചെയ്യാൻ. അതിന് പകരം എന്തിനായി കാണിക്കുന്നതെന്ന് ശക്തിയുക്തം അവിടെ നിന്ന് ചോദിക്കുക. ഈ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഈ തെറ്റ് അല്ലെങ്കിൽ കോംപ്രമൈസുകൾ കാണുമ്പോൾ സ്തോത്രം മുഖപക്ഷം നോക്കാതെ കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം നമുക്ക് വരണമെങ്കിൽ, മനുഷ്യരെ പ്രസാദിപ്പിക്കാതിരിക്കണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് വരണമെങ്കിൽ ലോകം ക്രൂശിക്കപ്പെടണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ലോകത്തിൽ നമ്മളൊന്ന് പ്രാപിച്ചിട്ടുമില്ല, ലോകം നമുക്ക് തന്നിട്ടില്ല, ഇനി തരാനും പോകുന്നില്ല. സ്തോത്രം. പ്രാപിക്കേണ്ടത് ദൈവത്തിൽ നിന്ന്. അതുകൊണ്ട് എനിക്ക് ആരെയും മനുഷ്യരെ പ്രസാദിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം മനുഷ്യരിൽ നിന്ന് ഞാനൊന്നും പ്രാപിച്ചിട്ടില്ല, ഈ പ്രമാണികളിൽ നിന്ന് ഞാനൊന്നും പ്രാപിച്ചിട്ടില്ല. ഞാൻ പ്രാപിച്ചിരിക്കുന്നത് എൻ്റെ കർത്താവിൽ നിന്ന് എന്ന് വെച്ച് നമുക്ക് വേണ്ടുന്ന ലീഡേഴ്സ് വേണ്ട എന്നല്ല പറഞ്ഞു തരുന്നത്. ആരെന്ത് പറഞ്ഞാലും, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ ഏത് മെസ്സേജ് കേട്ടാലും ദൈവവചനവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. ദൈവവചനത്തിൽ നമ്മൾ ശോധന ചെയ്യുന്നവരായിരിക്കണം. സ്തോത്രം. അല്ലാതെ അവരുടെ അനുഭവങ്ങളും അവരുടെ മിനിസ്ട്രിയുടെ എക്സ്പീരിയൻസ് ഉള്ള വർഷങ്ങളും ഒക്കെ കൂട്ടിക്കൊണ്ട് നമ്മൾ ഉടനെ അങ്ങനെ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോകുന്നവരായിത്തീരരുത്. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കി തരുന്നവരാണ്. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി പല ശുശ്രൂഷന്മാരെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ പറയുന്നത് നമ്മൾ കേൾക്കുക, ദൈവവചനത്തിലുള്ളതാണോ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നിന്നാൽ
നമ്മൾ ഈ ലോകത്തിൻ്റെ കൂടെ ലോകത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് പോകത്തില്ല. അതിന് പകരം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. പത്രോസിനെ എന്നെ അടിച്ചാലും ശരി, എന്നെ എന്നാ കാണിച്ചാലും എനിക്കൊരു വിഷയമല്ല. എൻ്റെ ഭാഗത്തു നിന്ന് ഒരു കോംപ്രമൈസ് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുക. ലോകം അവനാൽ എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുക. ഇനി ഞാൻ എന്നാ പേടിക്കാനാ? ഇവരെന്നാ ചെയ്യാനാ? ഞാൻ നോക്കുമ്പോൾ ഇതിനൊന്നും എന്നെ ചെയ്യാനില്ല. ഞാൻ ക്രിസ്തുവിൽ മാത്രം, കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിനും ഞാൻ പ്രശംസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പ്രാപിച്ചത് മുഴുവൻ എൻ്റെ കർത്താവ് എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് കോംപ്രമൈസിന് പോകാതിരുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് ഹല്ലേലൂയ നമുക്ക് ആ കൃപ തരട്ടെ. നമ്മൾ ഈ ഇപ്പം നമ്മളിരുന്ന് കേൾക്കുന്നതാണേലും ഈ സിസ്റ്റർ സംസാരിച്ചു എന്നുള്ളതല്ല, ഈ വചനത്തിനകത്ത് നമ്മൾ കേൾക്കുമ്പോൾ ഇത് വചനത്തിലുള്ള സിസ്റ്റർ പ്രാർത്ഥിച്ചു പറഞ്ഞു, വചനം ദൈവത്തിൻ്റെയാണ്. നമ്മൾ നോക്കുക, ഇതുപോലെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെയാണോ പറയുന്നത്? ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മളിത് എടുത്തേച്ചാൽ മതി. എന്നിട്ട് ആ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം, എൻ്റെ കർത്താവ് എന്നോട് സംസാരിക്കും. ഈ വചനം ദൈവത്തിൻ്റെയാണ്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഉറപ്പായിരിക്കണം നമ്മുടെ ഉറപ്പ്. സ്തോത്രം. അങ്ങനെയുള്ളപ്പോൾ വേറെ ആരും എന്നാ കാണിക്കും? സാരമില്ല, ഇവിടെ വന്ന് അങ്ങനെ കാണിച്ചു, എന്നിട്ട് പിന്നെ അവിടെ പോയി അങ്ങനെ നിന്നാൽ മതി. ഇതിനൊന്നും നമ്മൾ നിൽക്കത്തില്ല. അത് സാരമില്ലെന്ന് ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ. ഒരു പ്രാവശ്യം അങ്ങനെ ഒന്ന് കൂടിയെന്ന് പറഞ്ഞ് വലിയ കുഴപ്പം വരാനുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇങ്ങനത്തെ ഓരോരോ കോംപ്രമൈസുകൾ പറഞ്ഞ് 1 അല്ല 2 അല്ല 3 അല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങ് പോവും. സ്തോത്രം. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മനുഷ്യരെ പ്രസാദിപ്പിച്ചുകൊണ്ട് പോകണമെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്താൽ മതി. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞില്ല, ഞാൻ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസയുടെ വരെ അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ലോകക്കാരെ പ്ലീസ് ചെയ്തുകൊണ്ട് ഉള്ളൊരു ക്രിസ്തീയ ജീവിതം എനിക്ക് വേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കണമെങ്കിൽ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആരുടെ കയ്യിൽ നിന്ന്, നമ്മൾ ആരുടെ മക്കളാണ്, ആർക്ക് വേണ്ടി നിൽക്കുന്നത്, ആരിൽ നിന്നാണ് പ്രാപിച്ചത്, എന്താ പ്രാപിച്ചേ, ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ വേണം. അതുകൊണ്ടാണ് ആ ഉറപ്പോടുകൂടി ഗലാത്യ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതുകയും അപ്പോസ്തലനായ പൗലോസിൻ്റെ ആറ്റിറ്റ്യൂഡ്, ആ ഒരു തീരുമാനം, ആ ഒരു ഡിറ്റർമിനേഷൻ, അതിൽ തന്നെ കണ്ടത് എങ്ങനെയാണെന്നും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്ത് പറ്റി? എത്ര അനുഗ്രഹമായി തീർന്ന. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഈ കേട്ടതുപോലെ സ്തോത്രം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അതുപോലെ അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ ലോകത്തിനുള്ളവളല്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് കർത്താവായ യേശു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത് അത് ജയമായി തീർന്നുവെങ്കിൽ നമ്മളിൽ ഈ ആറ്റിറ്റ്യൂഡ് വ്യാപരിക്കുമ്പം, ഇതെന്ന് പറയുമ്പോൾ നമ്മളിൽ മരണം വ്യാപരിക്കുമ്പോൾ നമ്മളിൽ കൂടി ജീവനാണ് പിന്നെ അങ്ങോട്ട് ഒഴുകുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ക്രൂശ് ഒരിക്കലും കാര്യം പുറമേ നോക്കുമ്പോൾ അത് ഒരു നാണക്കേടിൻ്റെയും ഒരു നിന്ദയുടെയൊക്കെ അവസ്ഥയാണെങ്കിലും അതിനകത്തൂടെ ഒഴുകിയൊരു ജീവനുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവർക്ക് ഹല്ലേലൂയ അതേ ആറ്റിറ്റ്യൂഡാണെങ്കിൽ ഈ കർത്താവിൻ്റെ ജീവൻ നമ്മളിലൂടെ ഒഴുകത്തില്ലേ? തീർച്ചയായിട്ടും പോകും. ഹല്ലേലൂയ. അത് ഒഴുകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ പള്ളി മാറി, നമ്മുടെ പാരമ്പര്യം മാറി, നമ്മുടെ പുരോഹിതൻ മാറി, നമ്മുടെ പ്രാർത്ഥനാ സ്റ്റൈല് മാറി, അങ്ങനെ പല കാര്യങ്ങളും മാറി. പ്രാർത്ഥിക്കുന്ന സ്ഥലം മാറി, പ്രാർത്ഥനാ രീതി മാറി, പുരോഹിതൻ മാറി, പള്ളി മാറി, ആരാധന രീതി മാറി, പാരമ്പര്യം മാറി. ഇതെല്ലാം മാറിയിട്ട് ജീവിതം മാറിയില്ല, എന്ത് ഗുണം അല്ലേ? സ്തോത്രം. ഇതെല്ലാം മാറി. പക്ഷെ നമ്മുടെ ഞാനെന്ന ഭാവവും എൻ്റെ പാരമ്പര്യത്തിനകത്തൊരു മാറ്റമില്ല, ഇങ്ങനെ കുഴഞ്ഞു നിൽക്കുന്ന ഇതാണെങ്കിൽ പിന്നെ എന്തിനാ? സ്തോത്രം. അതുപോലെ ജഡത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ അതിൻ്റെ രാഗത്തിൻ്റെ മോഹത്തിൻ്റെ അനുസരിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ്. എന്തിനായിരുന്നു നമ്മൾ ഈ മാറി? ഹല്ലേലൂയ. മനുഷ്യരെ പ്രസാദിപ്പിച്ച് ജീവിക്കാനായിരുന്നെങ്കിൽ അവിടെ തന്നെ എന്താ പോരായിരുന്നോ? ഞാൻ ഇച്ചിരി അവിടെ ഇച്ചിരി ഇവിടെ ആ പരിപാടിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ക്രൂശീകരണ മനോഭാവം ഹല്ലേലൂയ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ജയിച്ചു. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ. പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ നമ്മൾ കൂടി വ്യാപരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുപോലെ ഞാൻ കഴിച്ച് ചിന്തിക്കുമായിരുന്നു, അങ്ങനെ നമുക്ക് എങ്ങനെയും ജീവിച്ചു പോകുന്നതാണെങ്കിൽ പിതാവായ ദൈവത്തിന് സ്വർഗത്തിൽ നിന്ന് പിശാചിനെ ഇറക്കേണ്ട കാര്യമുണ്ട്. കർത്താവിന് വെറും പാട്ട് മാത്രം കേട്ട് അവിടെ ഇരിക്കാനായിരുന്നെങ്കിൽ അവനെ അവിടെ ഇരുത്തിയാൽ പോരായിരുന്നു? പോരെ?
പാട്ട് മാത്രം കേട്ടോണ്ടിരിക്കാനായിരുന്നെങ്കിൽ, വെറും ഒരു പാട്ട് മാത്രം മതിയായിരുന്നെങ്കിൽ അവനെ അവിടെ ഇരുത്തേണ്ട ആവശ്യമുള്ളൂ, അവനെ അവിടെ നിറക്കി വിടണ്ട. പക്ഷെ അവൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ശരിയല്ലാതെ പാട്ടും വേണ്ടെന്ന് പൊക്കോ. സ്തോത്രം. സ്ഥലം കാര്യമാക്ക്. അപ്പോൾ അത് കുറച്ചുള്ള പാട്ട് മതി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ സ്തോത്രം, എന്തും കാണിച്ച് എങ്ങനെയും ജീവിച്ച് നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലാന്ന് പറഞ്ഞാൽ കർത്താവ് അങ്ങനെ കുറച്ച് പേരെ എനിക്ക് വേണമല്ലോ എന്ന് ഓർത്തിങ്ങനെ വരാൻ കൂട്ടാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവനല്ല. ഹല്ലേലൂയ. യേശുവച്ചൻ തൻ്റെ കാന്തയെ ചേർക്കാനാണ് വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നവരെ, ഹല്ലേലൂയ, അവരിൽ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഉണ്ട്. അതിൻ്റെ പൂർണ്ണത നമ്മൾ കാണും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവൻ സാത്താൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അവൻ ദൈവത്തെക്കാൾ വലിയ പുള്ളിയാവണമെന്നുള്ളൊരു അവൻ്റെ ആ ചിന്ത വന്നപ്പോൾ തന്നെ അവിടെ നിന്ന് മാറ്റി. പിന്നത്തെ പാട്ട് വേണ്ട, അങ്ങനത്തെ ചിന്ത വെച്ചോണ്ടുള്ളൊരു വർഷിപ്പ് അവിടെ വേണ്ട. അങ്ങനെ നമുക്കറിയാം അവിടെ എങ്ങനെയായിരുന്നെന്നുള്ളത്. പക്ഷെ അത് വേണ്ട. അങ്ങനെ വെറുതെ ഇത്രയും ഇൻസ്ട്രുമെൻസും താളമേളവും ഇതും വെച്ച് വലിയ പാട്ടും കൂത്തും അതും ആസ്വദിക്കുന്നവനല്ല ദൈവം. നല്ല ഹൃദയത്തോടു കൂടി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനപ്രകാരം നിന്നുകൊണ്ടുള്ള ആരാധന മതി. അങ്ങനെ ചുമ്മാ പാട്ട് കേട്ടോണ്ടിരിക്കുന്നതാണോ ആരാധന? അതുമല്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ക്രൂശിലിരിക്കേണ്ടത് ക്രൂശിലിരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ജയകരമായി ജീവിക്കാൻ സ്വർഗത്തിലെ കർത്താവ് നമുക്ക് കൃപ തരും. അത് അനേകർക്ക് അനുഗ്രഹമായി തീരും. അനേകരിലേക്ക് ആ ജീവൻ വ്യാപരിക്കാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. അപ്പച്ചാ സ്തോത്രം. മുമ്പേ അപ്പച്ചാ ഞങ്ങൾ വേറൊരു ലൈഫ് സ്റ്റൈൽ ഉള്ളവരായിരുന്നു കർത്താവേ. സ്തോത്രം. അപ്പം നന്ദി കർത്താവ്. നിന്നെ അറിയാതെ ജാതികളായ ദൈവമില്ലാതെ നടന്നവരായിരുന്നു അപ്പ. എന്നാൽ ഞങ്ങളെ വിളിച്ചു പോകാതിരിച്ചു കർത്താവേ. സ്തോത്രം. അപ്പ ഹല്ലേലൂയ. അപ്പച്ചൻ്റെ മക്കളാക്കി മാറ്റി. അപ്പച്ചാ സുവിശേഷം മറ്റുള്ളവരോട് പറയുവാനുള്ള ദൗത്യം ഞങ്ങളുടെ മേൽ തന്നു. ഇതെല്ലാം സ്വർഗത്തിലെ അപ്പച്ചനാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ആഴമായൊരു ബോധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തരണേ അപ്പ. സ്തോത്രം. അപ്പ നന്ദി കർത്താവേ. ഹല്ലേലൂയ. അപ്പച്ചാ സ്തോത്രം. സ്തോത്രം. വളർത്തുമാറാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്ന കർത്താവേ. ഞങ്ങൾക്കായിട്ട് ആക്കി വെച്ചിരിക്കുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നന്ദി കർത്താവേ. നന്ദി പിതാവേ. സ്തോത്രം. സ്തോത്രം. അവരെ എല്ലാം കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നതിനായി സ്തോത്രം. എങ്കിലും കർത്താവേ, ഞങ്ങളുടെ ഉറപ്പും ഞങ്ങളുടെ വേരും ഞങ്ങളുടെ ക്രിസ്തുവിൽ തന്നെ ആയിരിക്കണം കർത്താവേ. സ്തോത്രം. അപ്പ ഈ ദിവസങ്ങളിൽ ഒരു രീതിയിലും തെറ്റിപ്പോകാതെ വഴുതിപ്പോകാതെ വഞ്ചിക്കപ്പെടാതെ ഇരിക്കുവാൻ തക്കവണ്ണം കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ, ദൈവസന്നിധിയിലിരിക്കുവാൻ, കർത്താവിൻ്റെ വചനം ആഴത്തിൽ പഠിക്കുവാൻ, കർത്താവിൻ്റെ വചനം അപ്പച്ച സ്തോത്രം അപ്പച്ച ഏറ്റെടുത്ത് അതിൽ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഏവർക്കും കൃപ തരുന്നതോടൊപ്പം ക്രിസ്തുവേശുവിനുള്ളവർ ഇവൻ ജഡത്തെയും കർത്താവിൻ്റെ രാഗമോഹങ്ങളോട് കൂടെയാണല്ലോ ക്രൂശിച്ചിരിക്കുന്നത് കർത്താവെ. ഞങ്ങളുടെയും കർത്താവെ ആഗ്രഹങ്ങൾ അപ്പച്ച പാഷൻസ് കർത്താവെ സ്തോത്രം അപ്പച്ച ഇതിനെല്ലാം ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായിട്ട് വരുന്ന സകലത്തെയും പിടിച്ചടക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദി കർത്താവെ. നന്ദി അപ്പ. സ്തോത്രം. 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 സ്തോത്രം ചെയ്യുന്ന അതുപോലെ കർത്താവ് ലോകക്കാരെ നോക്കുമ്പോൾ ഞങ്ങൾ ലോകക്കാരെ പോലെയുള്ളവരാകാനല്ല, ക്രൂശിക്കപ്പെട്ടവരായി തന്നെ കാണുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം അപ്പച്ച. ആ കൃപ ഞങ്ങൾക്ക് തരണമേ. ക്രിസ്തുവിൻ്റെ പത്രമായി ഞങ്ങൾ ഓരോരുത്തരും വെളിപ്പെടട്ടെ കർത്താവേ. അപ്പച്ചയുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. വചനം കേട്ട് എല്ലാവരും അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അപ്പച്ചനെ എല്ലാ മുഖത്തും തരുക. സ്തോത്രം. സ്തോത്രം. സ്തോത്രം ചെയ്ത് താങ്ക് യു അപ്പ. ഹല്ലേലൂയ അപ്പ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ. 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 ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. 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 താങ്ക് യു സിസ്റ്റർ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞ എനിക്ക് ആ 14 വാക്യത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, എനിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശിലുള്ള പ്രശംസ ഇടവരുത്, അവനാൽ ലോകം എനിക്ക്, ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്യം, പരിച്ഛേദനയല്ല അഗ്രചർമ്മമല്ല പുതിയ സൃഷ്ടി അത്രയേ കാര്യം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ വചനം കേട്ട് വന്നിട്ട് പുതിയ സൃഷ്ടി ആയില്ലെങ്കിലുള്ള കുഴപ്പമാണ് പലപ്പോഴും പഴയത് പിടിച്ചുകൊണ്ടിരിക്കുന്ന മനോഭാവത്തിലേക്ക് പോകും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കർത്താവിനോട് ക്രൂശിക്കപ്പെട്ടു എന്ന കർത്താവിനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു അടക്കപ്പെട്ട് വീണ്ടും ജനിച്ചിരിക്കുന്നതാണ്. ഹല്ലേലൂയ. പക്ഷെ പലരും മരിക്കുന്നില്ല, അതാ പ്രശ്നം. ഹല്ലേലൂയ. ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വിജയൻ പാസ്റ്റർ പുസ്തകം പറഞ്ഞ പണ്ട് പറയായിരുന്നു, അബ്രഹാമിന്റെ ശരീരം നിർജീവത്വമായി. ഹല്ലേലൂയ. പുത്രോത്പാദന ശക്തി എല്ലാം നശിച്ചു. ഹല്ലേലൂയ. പക്ഷെ എങ്കിലും ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടപ്പോൾ അബ്രഹാം ഓരോ ദിവസവും സ്വന്തം ശരീരത്തെ നോക്കിയിട്ട് പറഞ്ഞു കാണും, ഇത് മരിച്ചിട്ടില്ല, ഇത് ജീവനുള്ളതാണ്. അങ്ങനെ പറഞ്ഞ് വിശ്വാസത്താൽ അത് പറഞ്ഞു ജീവൻ വീണ്ടും യൗവനം പുതുക്കി വന്നതാണ് കാണുന്നവരില്ലേ. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ നമ്മുടെ ശരീരത്തെ നോക്കിക്കൊണ്ട് പറയണം, ഇത് ജീവനുള്ളതല്ല, ഇത് മരിച്ചതാ.
ഹല്ലേലൂയ. നമ്മുടെ ഈഗോ പൊങ്ങി വരുമ്പോൾ, അല്ലെ നമ്മളെന്ന പാവം പൊങ്ങി വരുമ്പോൾ, നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് നമ്മളിപ്പോൾ ഒരു സഭയിൽ ഒരു ആരാധന നടക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ഒന്ന് ഹല്ലേലൂയ ഒരു വചനം കേൾക്കുമ്പോൾ ഒന്ന് ചാടി എഴുന്നേക്കാൻ, ചിലപ്പോൾ ഒരു ഹല്ലേലൂയ പറയാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് കൈയടിക്കാനായിട്ട് പലർക്കും നാണക്കേടാണ്. പലരും അവിടെ വന്നിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഹല്ലേലൂയ എന്താ പറയാ, നമ്മളൊക്കെ പറയണമെങ്കിൽ എന്താ പറയാ, മസിൽ പിടിച്ചിരിക്കുന്ന കണക്കിരിക്കും ഹല്ലേലൂയ. അപ്പം എന്നിട്ട് അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന എന്ത് ചെയ്യുന്നു നോക്കിയിട്ടാ പലരും ഹല്ലേലൂയ കൈയടിക്കുന്ന, അല്ലെങ്കിൽ എന്ത് അവർ ചെയ്യുന്നെങ്കിൽ ചെയ്യാം. പക്ഷെ കാരണം എന്ന് വെച്ചാൽ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ അവർ ഞാനിത് ഇനിയിപ്പോ കൈയടിച്ചാൽ, ഞാൻ ചാടി എഴുന്നേറ്റ്, ഞാൻ രാമേൻ പറഞ്ഞാൽ, ഞാനെന്ന പാവം എനിക്ക് എന്തെങ്കിലും കുറച്ചിൽ വരും. അതെന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് വെച്ചാൽ ജഡം മരിച്ചിട്ടില്ല. ഒരു മരിച്ച വ്യക്തിയാണ് എങ്കിൽ നമ്മൾ ഒരാളെ ചീത്ത പറഞ്ഞാൽ നമുക്ക് വല്ല പ്രശ്നം വരുമോ? മരിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ കേൾക്കുന്നുണ്ടോ? നമുക്കത് എഫക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ ഹാലില് നമ്മൾ ഒരാൾ വഴക്ക് പറയുന്നു, ഹാലിൽ നമ്മൾ ഒരാൾ നിന്ദിക്കുന്നു, പരിഹസിക്കുന്നു. ഇന്നും പല പാസ്റ്റർമാർ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരെ പിടിക്കും, തല്ലും, ചിലപ്പോൾ പരിഹസിക്കും, ചിലപ്പോൾ ഓടിച്ചു വിടും, ചിലപ്പോൾ ആട്ടി ഓടിക്കുകയൊക്കെ ചെയ്യേണ്ടുന്ന സമയത്ത് ഇതൊക്കെ ചെന്നാലും പിന്നെ അവരത് ചെയ്യുന്നതിന്റെ കാരണം ഇത് അവരെ എഫക്ട് ചെയ്യുന്നില്ല. കാരണം അവർ ഓൾറെഡി മരിച്ചു എന്ന് അവർക്കൊരു വിശ്വാസമുണ്ട്. അവരുടെ ശരീരത്തിൽ ജഡത്തിലേക്ക് വരുന്ന ഒന്നും, ഇപ്പൊ ഒരാൾ, ഞാനിപ്പോ ബിജി സിസ്റ്റർ വിളിച്ചിട്ട് കുറെ വഴക്ക് പറഞ്ഞു, ബിജി സിസ്റ്ററിൽ ജഡം മരിച്ചിട്ടില്ലെങ്കിൽ വിളിച്ചു, അയ്യോ എന്നാലും ബിജി സിസ്റ്റർ എന്നോട് ഇത് പറഞ്ഞില്ല, പിന്നെ ഇത് തന്നെയായിരിക്കും ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പലരും പറയാറുണ്ട്, സഹോദരങ്ങൾ ഹാലയിൽ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്, അല്ലെ മറ്റവരിങ്ങനെ ചെയ്ത് മറ്റവരിങ്ങനെ ചെയ്ത് ആന്ന് പറയുന്നത്. പലപ്പോഴും ഇന്ന് ശുശ്രൂഷ നിൽക്കുന്ന പലരും പോലും വല്ലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോയും മത്സരവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മരിച്ചിട്ടില്ലെന്നേ. ഞാൻ അന്നൊരു ദിവസം ഒരു ദേവദാസന്റെ ഒരു സ്റ്റോറിയും കൂടെ പറഞ്ഞു. ദേവദാസന്റെ അടുത്തേക്ക് ഒരു ദിവസം ഒരു ഫാമിലി ചെന്നിരുന്നിട്ട് അവരുടെ ചർച്ചിലെ പാസ്റ്റേഴ്സ് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് കുറേ കുറ്റങ്ങളും കുറവുകളും എല്ലാം പറഞ്ഞപ്പോൾ ആ ദേവദാസൻ ഇപ്പോൾ എന്തെങ്കിലും ഇവർക്ക് സൊല്യൂഷൻ പറയുന്ന വെച്ചാൽ നമ്മൾ പുള്ളിക്കാരൻ പുള്ളി ഒരു കോഫിയൊക്കെ ഇട്ട് കൊടുത്ത് അവസാനമായപ്പം പാസ്റ്റർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഡൈ മാൻ ഡൈ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കാരണം നീ മരിച്ചിട്ട് പോയി മരിക്കടാന്ന് പറഞ്ഞു. കാരണം മരിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ അവർ എന്തൊക്കെ പറഞ്ഞാലും നിന്നോട് എന്തൊക്കെ കാണിച്ചാലും നിനക്കത് എഫക്ട് ചെയ്യത്തില്ല. പക്ഷെ നീ മരിക്കാത്തോണ്ടാണ് ഈ പരാതിയും പരിപ്പുമായിട്ട് നടക്കുന്നത്. അവരെന്നോട് അങ്ങനെ ചെയ്ത്, ഇവരെന്നോട് ഇങ്ങനെ ചെയ്ത്, അവരെന്നെ കണ്ട മിണ്ടിയില്ല, ഇവരെന്നോട് ചിരിച്ചില്ല, ഹല്ലേലൂയ, അവരെന്നെ നോക്കിയില്ല. ഇതൊക്കെ പറയുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ മരിക്കാത്തോണ്ടാണ്. അപ്പോഴാണ് നമ്മൾ തിരിച്ച് പറയാൻ, അല്ലെങ്കിൽ മത്സരിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ പരാതി പറയാം. അപ്പൊ നമുക്ക് പരാതിയും പരിപ്പവും നമ്മൾ ഇരിക്കുന്നെങ്കിൽ ഹാലേലി അവിടെ മരിച്ചു. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് പറയും, ഇപ്പൊ നമ്മൾ പറഞ്ഞ പൗലോസ് അപ്പോസ്തലനെ നമ്മൾ കണ്ടൊരു ക്യാരക്ടർ എനിക്ക് എന്നോട് ദൈവമായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കാരണം വെച്ചാൽ പത്രോസ് ഏറ്റവും വലിയ അപ്പോസ്തലൻ, ആദ്യത്തെ ഒന്നാമത്തെ അപ്പോസ്തലൻ. ദൈവം ഹാലേലിയ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കയ്യിൽ കൊടുത്തവൻ, ഹാലേലിയ, ഇതിൽ നിന്ന് പണിയെന്ന് ആ അപ്പോസ്തലനായ ആദ്യത്തെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര്, അടുത്ത പ്രസംഗത്തിൽ 5000 പേര്. ഇത്രയും നേരം പൗലോസിന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് കണ്ടപ്പോൾ മുഖാമുഖമായി നിന്ന് സംസാരിച്ചതിനെ കറക്റ്റ് ചെയ്തു. അപ്പുറം ഇപ്പുറം പോയി കുറ്റം പറ, അയാൾ അങ്ങനെയാന്ന് പറഞ്ഞല്ല, മുഖത്തോട് മുഖം നോക്കി തന്നെ. ഇതായിരിക്കണം നമ്മളെല്ലാം. ആരെക്കുറിച്ചും കേൾക്കാതെ പോയി കുറ്റം പറഞ്ഞത് പരദൂഷണമായി, അത് പിശാചിന്റെ സ്വഭാവമാണ്. ഹാലേലിയ. നേരെ നിന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ അയ്യോ അവർ വലിയ ഹാലേലിയ, വലിയ നമ്മളെക്കാട്ടി സീനിയർ അല്ലേ, അല്ലെങ്കിൽ നമ്മളെക്കാട്ടി ഇങ്ങനെ നിൽക്കുന്ന ലീഡേഴ്സ് അല്ലേ, അങ്ങനെ പല പാസ്റ്റർമാരും അത് അങ്ങനെ പറഞ്ഞ് വിശ്വാസത്തിൽ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഹാലേലിയ. അവരെ ലീഡർ സ്ഥാനത്ത് നിൽക്കുന്നത് ബഹുമാനിക്കണം. നമ്മളൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ബഹുമാനക്കുറവല്ല. അതേ നമ്മളൊരിടത്ത് പോയി കുറ്റം പറയുന്നത് ബഹുമാനക്കുറവാണ്. ഹാലേ, അത് പരദൂഷണം എന്ന് പറയും. ഹാലേ, അത് പിശാചിന്റെ സ്വഭാവം. പക്ഷേ നമുക്കിപ്പോ ബിജി സിസ്റ്ററാണ്, ഇപ്പൊ നമുക്കൊരു മിസ്റ്റേക്ക്, ബിജി സിസ്റ്റർ അത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത് തെറ്റല്ല. ഹല്ലേലൂയ. അപ്പൊ ഇത് നമ്മൾ ചെയ്യണം. ഇല്ല ചെയ്യാതെ ഇത് വെച്ചുകൊണ്ട് അയ്യോ അയാൾ പറഞ്ഞ ഇതാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഹല്ലേലൂയ. ദൈവം പറയുകയാണെങ്കിൽ പോയി പറഞ്ഞേക്കും, ഒരു സംശയം വിചാരിക്കണ്ട. എന്നോട് ദൈവം പറഞ്ഞിട്ട് ഞാൻ പോയി മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോന്നിട്ടുമുണ്ട്. ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തിട്ട് ഇത് എൻ്റെ അടുത്തല്ല ഇത് പോയെന്ന് പറയണ്ടേ, ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമുണ്ട്, ദൈവത്തിന് സമർപ്പിച്ചാൽ മതി. അപ്പൊ നമ്മളൊക്കെ ഓരോരുത്തർ ദൈവത്തിന്റെ വചനം നമുക്ക് ഇഷ്ടമുള്ളിടത്ത് മറ്റുള്ളവർ പഠിപ്പിക്കുന്ന കേട്ട് അങ്ങനെ തന്നെ പോകാനല്ല. നമുക്ക് ദൈവം വെളിപ്പാടിന്റെ ആത്മാവിനെ തന്നിട്ടുണ്ട്, ജ്ഞാനത്തിന്റെ ആത്മാവിനെ തന്നിട്ടുണ്ട്, പരിജ്ഞാനത്തിന്റെ ആത്മാവിന്, വിവേകത്തിന്റെ ആത്മാവ്, ഇതെല്ലാം നമുക്ക് ദൈവം തന്നിട്ടുള്ള. അപ്പം നമ്മൾ ഇതെല്ലാം അനുസരിച്ച് പോകാനുള്ളവരാണ്. അല്ലാതെ എവിടെന്നെങ്കിലും കേൾക്കുന്നത് കേട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. നമ്മളെല്ലാവരെയും വിളിച്ചത് ചിലപ്പോൾ സുവിശേഷം കേട്ടത് ഒരു വ്യക്തിയിലൂടെ ആണെങ്കിലും പരിശുദ്ധാത്മ ഒരുവനിൽ വരാതെ ഒരിക്കലും യേശു കർത്താവ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളെല്ലാം വിളിച്ചതും വേർതിരിച്ചതും നമ്മളെ മക്കളാക്കി മാറ്റുന്നത് ദൈവം തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാ ഏറ്റവും നല്ല മെന്റർ ആരെന്ന് വെച്ചാൽ, ഒരു മനുഷ്യനിൽ ഏറ്റവും നല്ലൊരു വിശ്വാസത്തിൽ ഏറ്റവും നല്ല മെന്റർ പരിശുദ്ധാത്മ തന്നെയായിരിക്കണം. ആ പരിശുദ്ധാത്മ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റിപ്പോകത്തില്ല. ഇല്ലെങ്കിൽ പലപ്പോഴും തെറ്റിപ്പോ പലരും
പിന്മാറ്റത്തിലേക്ക് പോകും. പലരും പാരമ്പര്യം പിടിച്ചു അല്ലെങ്കിൽ വന്നെങ്കിലും 2 വളത്തിൽ കാല് വെച്ച് നടക്കുന്ന സ്വഭാവം കാണിക്കും, ഇതൊക്കെ കാണിക്കും. ഹാലേലൂയ. പക്ഷെ ഇങ്ങനെ ഒന്നും ആകാതെ ഒരു ജയത്തോടു കൂടി ഒരു ക്രിസ്തീയ ജീവിതം നടക്കുക. നമ്മൾ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മളെന്നൊരു ബോധം നമുക്ക് ഉണ്ടാകണമെങ്കിൽ, ജഡത്തിന് അനുസരിച്ച് ജീവിക്കരുത് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാകണമെങ്കിൽ, ഹാലേലൂയ, പലതും കേട്ടാൽ ക്ഷമിക്കാൻ പറ്റണമെങ്കിൽ, സഹിക്കാൻ പറ്റണമെങ്കിൽ, ഹാലേലൂയ, മിണ്ടാതിരിക്കാൻ, കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവൻ അരക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതിരുന്നു. അങ്ങനെയൊക്കെ ഒന്ന് ജീവിക്കണമെങ്കിൽ ഹാലേലൂയ നമ്മുടെ ജഡം ഒന്ന് മരിച്ചാൽ മതി. നമ്മൾ ക്രൂശിക്കപ്പെട്ട് ഓരോ പ്രാവശ്യം നമുക്കൊരു ഓർമ്മയുണ്ടായത് നമ്മൾ കർത്താവിന്റെ ക്രൂശോട് കൂടി നമ്മളെ ചേർത്തടിച്ച് നമ്മൾ ക്രൂശിക്കപ്പെട്ടവരാന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ആരെങ്കിലും ഒന്ന് പറയുമ്പോൾ നമ്മൾ 4 പറയും. ഹാലേലൂയ. ആ സ്വഭാവമൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന സ്വഭാവമൊക്കെ മാറി മാറി വരുന്നത് അല്ലെ. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പറയും, അങ്ങോട്ടും വാ തുറക്കത്തില്ല, മനസ്സുകൊണ്ടെങ്കിലും പറയുമായിരുന്നു. ഇപ്പൊ ആ സ്വഭാവമൊക്കെ മാറി ചിരിക്കുന്നതൊക്കെയാണ്. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന സ്വഭാവം. ഇത് ഓരോ ദിവസം ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ആരും അങ്ങ് വിശുദ്ധരായി മാറത്തൊന്നുമില്ല. പക്ഷേ ഓരോ ദിവസവും ദൈവത്തിന്റെ വചനം നമ്മളോട് പരിശുദ്ധാത്മ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ, ഇത് നമ്മൾ സംഭവിക്കണമെങ്കിൽ ഓരോ ദിവസം നമ്മൾ എന്താ പറയാ, ജഡം മരിപ്പിച്ച് നമ്മൾ നമ്മുടെ ജഡത്തെ തന്നെ മരിപ്പിക്കണം. ഹാലേലൂയ. അതിലൂടെ നമുക്ക് എപ്പോഴും ജയത്തോടു കൂടി ഒരു ക്രിസ്തീയ ജീവിതത്തിന് കർത്താവ് ദൈവം എന്തിനു വിളിച്ചിരിക്കുന്നു, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത് എന്താണെന്നും മനസ്സിലാക്കി ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആമേ. ബിജി സിസ്റ്റർ ഏറ്റവും നല്ലൊരു വചനം ആമേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തന്നതിനായ നന്ദിയോട് സ്തോത്രം ചെയ്ത് ഹാലേലൂയ. ഇനി ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ, ഉപയോഗിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.